സോ ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ എന്താ പറയുക, ലൈക്ക് ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു. ബേസിക്കലി എന്താ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി 2 ദിവസമുണ്ട് കയ്യിൽ. സോ വിത്തിൻ ദാറ്റ് ഓക്കെ ഓക്കെ സോ ബേസിക്കലി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കാണാത്തവർക്ക് വേണ്ടിയിട്ട്. സോ ഇൻ കേസ് ഇടയ്ക്ക് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിങ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ആപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഇതാണ്. ജസ്റ്റ് ആപ്പ് ലോഞ്ച് ചെയ്യുക, സം ടൈം ടേക്ക് ചെയ്യും, ഒരു പോപ്പപ്പ് കാണിക്കും, കുറച്ച് ഡാറ്റ ലോഡ് ചെയ്യും. ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമിക് ആണ്, ഇന്ത്യയിലെ ടോപ്പ് ട്രെൻഡിങ് ഹൈലൈറ്റ്സ് ആയിരിക്കും. സോ ഈ ഒരു ആപ്പ് നിങ്ങൾ ലോഞ്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് ലോഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കണ്ടന്റ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇത് കുറച്ച് ട്രെൻഡിങ് ന്യൂസസ് ആണ്. ഓക്കെ, ഞാൻ ന്യൂസസ് ഇത് ലൈവാണ് സംഭവം, ആർക്ക് ഷെയർ ചെയ്താലും ആർക്കും കാണാൻ പറ്റും. ഓക്കെ, കുറച്ച് സം സെറ്റ് ഓഫ് ഡാറ്റയാണ്. ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, വേറൊരു സ്ക്രീനിലോട്ട് പോകും. അവിടെ സം എമൗണ്ട് ഓഫ് ടൈം എടുത്തിട്ട് ആ ഒരു ആർട്ടിക്കിളിൻ്റെ എൻ്റയർ ഫോം എന്ത് ചെയ്യും, അങ്ങനെ ലോഡ് ചെയ്യും. ഇത് ബേസിക്കലി ഇവിടെ നെറ്റ്വർക്ക് ലോ ആയിട്ടാണ് കണ്ടോ, നമുക്ക് എന്ത് ചെയ്യും നടക്കും. ഇവിടെ എൻ്റയർ ഇത് സാധനം റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്ക് അടിച്ചാൽ എന്ത് ചെയ്യും, ബേസിക്കലി ഒരു സിമ്പിൾ, ഇതാണ് ഒരു ബേസിക് സിമ്പിൾ ആപ്പാണ്. ജസ്റ്റ് ഈ കൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഏതാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എന്താ ജസ്റ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പ്രൊഫൈൽ അല്ലെങ്കിൽ ഗിറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആസ് എ ഫ്രഷർ അല്ലെങ്കിൽ ബിഗിനർ ആണെന്ന് ബേസിക്സ് അറിയാമെന്ന് മനസ്സിലാക്കാൻ എന്തായാലും ഈ ഒരു സംഭവം പറ്റും. ഓക്കെ, സോ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആപ്പാണ്. സോ നമ്മൾ ഇന്നലെ കോൺഫിഗർ ചെയ്ത് വെച്ച ഈ ഒരു ആപ്പിൻ്റെ മേലെയായിരിക്കും നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഞാൻ ഫോർ ദിസ് ഇൻസ്റ്റൻസ് എന്ത് ചെയ്യാണ്, ഇതെല്ലാം കളിയാണ്. സോ ഇത് ഇന്നലെ എന്താ യൂട്യൂബ് കയറിയിട്ട് കിട്ടാത്തവർ കുറേ പേരുണ്ട്. ഇവിടെ അപ്ലോഡിങ് നടക്കുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതിനെ കൊണ്ട് ഒരു എന്താ ഇഷ്യൂ ഒന്നാണ്. സോ ബേസിക്കലി ഓക്കെ വേറെ ഇഷ്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇന്നലെ ചെയ്ത ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യുകയാണ്. സോ ബേസിക്കലി നമ്മൾ ഇന്നലെ എന്താ ചെയ്തത്, ഇന്നലെ ഒന്നും ചെയ്തില്ല, ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് നമ്മൾ ഈ ബിൽഡ് ഡോട്ട് ഗ്രേഡിൽ വഴി ഒരു പുതിയ ലൈബ്രറി ആഡ് ചെയ്തു, വോളി എന്ന് പറഞ്ഞ ലൈബ്രറി ആഡ് ചെയ്തു. അതിൻ്റെ ഒരു മൈ സിംഗിൾട്ടൺ നമ്മൾ നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ ആ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്താ സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മൈ സിംഗിൾട്ടൺ എന്ന് പറഞ്ഞൊരു ജാവ ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു, ജസ്റ്റ് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവയിൽ ഒരു സം പ്ലേസ് പോയിട്ട് ഒരു എന്താ കുറച്ച് ജേസൺ ഡാറ്റ നമ്മൾ ലോഡ് ചെയ്തു. ഇപ്പോൾ ജേസണിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു ന്യൂസ് ആപ്പ് ഉണ്ടാക്കാൻ പോവാണ്. സോ ബേസിക്കലി ഈ ഒരു ആപ്പിനെ പറ്റി, ഈ ആപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഇത് ജസ്റ്റ് ഒരു റീസൈക്ലർ വ്യൂ ആണ്, നമ്മൾ മുന്നേ ചെയ്ത ഒരു ലിസ്റ്റ് പോലെ. ഓക്കെ, കുറച്ച് ഐറ്റംസ് ലോഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഒബ്വിയസ്ലി ന്യൂസ് API എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ നമുക്ക് ഗൂഗിൾ ക്രോം എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ന്യൂസ് API ഫ്രീ എന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഇത് ഫ്രീമിയം ആണ്. ഓക്കെ, ന്യൂസ് API ജസ്റ്റ് ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് വെബ്സൈറ്റ്. ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന API എന്ന് പറഞ്ഞാൽ ഉണ്ടോ, സെർച്ച് വേൾഡ് വൈഡ് ന്യൂസ് വിത്ത് കോഡ്, ഗെറ്റ് ബ്രേക്കിംഗ് ന്യൂസ് ഹെഡ്ലൈൻ ആൻഡ് സെർച്ച് ആർട്ടിക്കിൾ ഫ്രം എ ന്യൂസ് സോഴ്സ് ആൻഡ് ബ്ലോഗ് ഓവർ വെബ് വിത്ത് ന്യൂസ് API. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു URL-ലോട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സാധനം കിട്ടും. അതായത് നമ്മളിപ്പോൾ ഈ കാണിക്കാൻ വേണ്ട ഇമേജസും ടൈറ്റിലും കണ്ടൻറ്റും ഒക്കെയുള്ള ഈ ഒരു സാധനം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി, newsapi.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലോട്ട് ജസ്റ്റ് പോവുക. ഇവിടെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനിവിടെ ഗെറ്റ് API കീ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ API യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മേലെ ഒരു ട്രാക്കിങ് വരാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഒരു കീ. ഓക്കെ, ഒരാൾക്കൊരു വീഡിയോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു കീ കൊടുക്കില്ല നമ്മൾ, ആ ഒരു കൺസെപ്റ്റ്. അതായത് നമ്മൾ ഈ ഒരു ന്യൂസ് മേടിക്കുന്നതും വാങ്ങുന്നതും എല്ലാം എന്താണ്, ഒരു ഓതറൈസ്ഡ് ആളാണ് നമ്മൾ. നമ്മൾ എത്ര റിക്വസ്റ്റ് വരുന്നുണ്ട്, എത്ര ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കീ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കീ എന്തായാലും നിങ്ങൾക്ക് വേണം. ഇത് ഉണ്ടാക്കാൻ ഒരു പണിയില്ല, വെരി വെരി സിമ്പിൾ പ്രോസസ്സാണ്. ഇവിടെ ഫസ്റ്റ് നെയിം അടിക്കുക,
ഞാനിപ്പോൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം അടിക്കുക, നിങ്ങളുടെ ഇമെയിൽ അടിക്കുക, പാസ്വേഡ് അടിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് ഐ എം നോട്ട് എ റോബോട്ട് അങ്ങനെ വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു ഒരു എന്ത് കിട്ടും, ഒരു 15 ഓർ അത്ര ലെങ്ത്തുള്ളൊരു ആൽഫ ന്യൂമറിക് ക്യാരക്ടർ കിട്ടും. ഫോർ നൗ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനിത് ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ API കീ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ആ ഒരു API കീ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ബെറ്റർ നിങ്ങളൊരു സൈൻ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ ഇഷ്യൂസ് ഒന്നും പറയുന്നില്ലായിരുന്നു. ഓക്കെ, ഇവിടെ ലോഗിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് ഓൾറെഡി പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല, ഈ ഒരു ടാബ് ഞാൻ ലോഗിൻ ചെയ്ത് അറിഞ്ഞിട്ടില്ല. സോ അക്കൗണ്ടിൽ ഇതുപോലെ ഒരു API കീ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ലെങ്ത് എത്രയെന്ന് എനിക്കറിഞ്ഞൂടാ, ഡെവലപ്പറാണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, API കീ ഉണ്ട്. ഈ ഒരു കീ ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു API എടുക്കാം ആദ്യം. ഓക്കെ, എന്നിട്ട് ഈ ഒരു API ഉണ്ട്. ഈ ഒരു APIക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു സംഭവം എടുത്തിട്ട് കോപ്പി ചെയ്യാം. ഈ ഒരു URL കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ API കീ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. കണ്ടോ, API കീ ഈക്വൽ ടു ഇവിടെ URL ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. B സ്റ്റാർട്ട് ചെയ്ത് 32 ലെൻഡ് ചെയ്യുന്നു, B സ്റ്റാർട്ട് ചെയ്യുന്നു 32 ലെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ API കീ. ഇത് കറക്റ്റാണ്. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യാം. സോ ഈ ഒരു URLോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും JSON ഫോർമാറ്റിലുള്ള കുറച്ച് അധികം ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് ഇപ്പോൾ സ്ട്രക്ചർഡ് അല്ല, ഞാൻ പ്ലഗിൻ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. സോ ബേസിക്കലി ഇത് അലൈൻ ചെയ്ത് വരേണ്ടതാണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു UI ഫോമിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു UI ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ URL എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, ഞാൻ ഈ ഒരു എൻ്റയർ ലൈൻ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കോഡും കളിയാണ്. സോ കഴിഞ്ഞ സെഷൻ കാണാത്തവർക്ക് വേണ്ടി. സോ ബേസിക്കലി നമുക്ക് എന്താ ഉള്ളത്, ഈ ഒരു മെയിൻ ആക്ടിവിറ്റി ഞാൻ എന്ത് ചെയ്യണം, ഫോർ നൗ ജസ്റ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഡിസൈനിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈനിന് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താ, ഒന്നുമല്ല, ജസ്റ്റ് ഒരു ലിസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് ഞാനൊരു റീസൈക്ലർ വ്യൂ യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ ഈ ഒരു ടെക്സ്റ്റ് വ്യൂ അങ്ങ് തട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ജസ്റ്റ് റീസൈക്ലർ, ഇതിൻ്റെ അകത്ത് റീസൈക്ലർ വ്യൂ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചെയ്യണ്ടോ, ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഡിസൈനിലോട്ട് പോകുന്നു, പാലറ്റിൽ നിന്ന് റീസൈക്ലർ വ്യൂവിൻ്റെ ഡൗൺലോഡ് ആരോ ക്ലിക്ക് ചെയ്യുന്നു, ആഡ് നൗ ചോദിക്കുന്നു. ഓക്കെ, ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു സിങ്ക് ചെയ്യേണ്ടി വരും. സിങ്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് ടു ഗോ, വി ആർ ഗുഡ് ടു ഗോ. ഓക്കെ, ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത് തോന്നുന്നുണ്ടാവും. ഒബ്വിയസ്ലി നമുക്ക് 2 ദിവസം കൊണ്ട് ഇത് കവർ ചെയ്യാം. Q&Aക്കൊന്നും നമുക്ക് ടൈം ഉണ്ടാകുമെന്നൊന്നും അറിഞ്ഞുകൂടാ. സോ ഒബ്വിയസ്ലി നോക്കാം നമുക്ക്. ഓക്കെ, ഇന്നലത്തെ യൂട്യൂബിൻ്റെ ഇഷ്യൂ റിസോൾവ് ചെയ്ത് അപ്പ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണമാണ് ഡിലേ വന്നത്. ഓക്കെ, ഓക്കെ 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 ഇത് സിങ്ക് ആയിക്കൂടി എന്താത്ര മതി. കോൺഫിഗർ പ്രൊജക്റ്റ് വേറെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, വേറെ ഇഷ്യൂസ് ഇല്ല. ഇഷ്യൂസ് എന്തുണ്ടെങ്കിൽ പ്ലീസ് ചാറ്റ് ബോക്സിൽ റിപ്പോർട്ട് ചെയ്താൽ മതി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒന്നുമില്ല. ആഷിഖിൻ്റെ ചാറ്റ് കൊടുത്തു റെഡി. ഓക്കെ, ബിൽഡ് ഓക്കെ സക്സസ് ആയി. ഞാൻ ജസ്റ്റ് ഇവിടെ അങ്ങ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുന്നു, റീസൈക്ലർ വ്യൂ മാച്ച് പാരൻറ്റ്. ഓക്കെ, മാച്ച് പാരൻറ്റ്. സോ ഇതിന് ഞാനൊരു ഐഡൻറ്റിഫയർ കൊടുക്കുന്നുണ്ട്, ID. ജസ്റ്റ് എൻ്റർ അടിച്ച് പോയാൽ മതി. റീസൈക്ലർ ന്യൂസ്. ഓക്കെ, റീസൈക്ലർ ന്യൂസ് എന്ന് പറഞ്ഞൊരു ID കൊടുത്തു. സോ ഇതിൻ്റെ കൺസ്ട്രെയിൻ ലേഔട്ടാണ് പാരൻറ്റ്. സോ ഒബ്വിയസ്ലി എനിക്ക് എന്ത് ചെയ്യണം, ഒരു 4 കൺസ്ട്രെയിൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലീനിയർ ലേഔട്ട് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, റിലേറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കൺസ്ട്രെയിൻ്റ് ആയതിനെക്കൊണ്ട് നമ്മൾ ഇത് കൊടുക്കുന്നത് നല്ലത്. ഓക്കെ, സോ എന്തായി, UI പാർട്ട് നമ്മൾ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. UIക്കകത്ത് വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ റീസൈക്ലർ വ്യൂ. ഇനി വരുന്നത് ഫുൾ കോഡിംഗ് പാർട്ടിലാണ്. സോ ഫോർ നൗ നമ്മുടെ URL ഉണ്ട്. സോ URLൻ്റെ അകത്ത് ഞാൻ നേരത്തെ കാണിച്ച URL ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ബിറ്റ് കോയിനായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കിട്ടുന്ന URL ആണ്. ഇവന്മാരുടെ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്.
ഇവന്മാരുടെ ഡോക്യുമെൻറ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും APIക്ക് അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. ഓക്കെ, ടോപ്പ് ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഡോക്യുമെൻറ്റേഷൻ newsapi.org ഡോക്യുമെൻറ്റേഷൻ്റെ ഉപരി ടോപ്പ് ഹെഡ്ലൈൻസ് ഉണ്ടാവും. ആ ഹെഡ്ലൈൻസിൻ്റെ അകത്ത് ഇവിടെ കണ്ടോ HTTP ന്യൂസ് API, അതിൻ്റെ അകത്ത് country.us ഒന്ന് ഇതിൻ്റെ കുറച്ച് ബോൾഡായിട്ട് കിടക്കുന്നതാണ്. ഇതിൽ US എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി USലെ ടോപ്പ് ഹെഡ്ലൈൻസ് ആണ്. സോ ഇത് ജസ്റ്റ് ഞാനിങ്ങനെ കോപ്പി ചെയ്ത് വേറെ ടാബിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു US എന്ന് പറഞ്ഞാൽ എന്താണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടോപ്പ് ഹെഡ്ലൈൻസ് കിട്ടാൻ. നമുക്ക് വേണ്ട ഇന്ത്യയാണ്. സോ ഇത് ജസ്റ്റ് IN ആക്കി എൻ്റർ ചെയ്യാം. കണ്ടോ, ഇത് ഇപ്പോൾ വരുന്നത് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ കാണാം. പിന്നെ ഓക്കെ റിസൾട്ട് ഇവിടെ ID, ബിസിനസ് ഇൻസൈഡർ ഇന്ത്യ, ബിസിനസ് ഇൻസൈഡർ, നാസ വീഡിയോ ഷോ 10 ഇയർ, ഓക്കെ ടൈം ലാപ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇന്ത്യയിലെ എന്താണ് ടോപ്പ് ഹെഡ്ലൈൻസ് ആണ്. സോ ഇതാണ് നമ്മുടെ API കീ. സോ ഫോർ നൗ ഞാൻ ഈ ഒരു API കീ കോപ്പി ചെയ്തു. എന്നിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇടുകയാണ് സ്ട്രിങ് API കീ. ഓക്കെ, ഞാൻ ക്യാപ്സിൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളൊരു ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ട ആളല്ലേ. ഓക്കെ, കോഡ്സിൽ അതിന് ഇട്ടു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, സ്ട്രിങ് API ജസ്റ്റ് URL. ഓക്കെ, നമുക്ക് ആ ഒരു APIയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന API ആ ന്യൂസ് API ആണ്. ആ APIൻ്റെ URL ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് API കീ ഉണ്ട്, ഞാനിവിടെ പ്ലസ് API കീ ഇടുന്നുണ്ട്. ഓക്കെ, സോ എന്തായി, ആ ഒരു API കീ നമുക്ക് കറക്റ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു API കീയിലോട്ട് പോകണം, അതിൽ നിന്ന് ഡാറ്റ ഇങ്ങനെ ആക്സസ് ചെയ്യണം. ഓക്കെ, സോ ഫോർ ദാറ്റ് ഞാൻ എന്ത് യൂസ് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ഒരു നമ്മൾ മുന്നേ ആഡ് ചെയ്ത വോൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിക്വസ്റ്റ് ഉണ്ടാക്കണം. റിക്വസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇത് JSON, ഇത് കണ്ടോ ഓപ്പണിംഗ് ബ്രേസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കറിയാം ഇന്നലത്തെ വീഡിയോ അത്ര ക്യാച്ച് ആയിട്ട് കിട്ടാത്തവർക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് റെഫർ ചെയ്യാത്തവർക്ക് ഇത് ഭയങ്കര എന്തോ സ്ട്രേഞ്ച് തിങ്ങും അതിലുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, നമ്മൾ ഇന്നലത്തെ വീഡിയോ ഇപ്പോൾ കിട്ടും, ഈ ഒരു സെഷൻ എൻ്റെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അത് കണ്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 2 hour ഇരുന്നിട്ട് ഇത് കാണും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതെന്ത് കിട്ടും, ഐഡിയ കിട്ടും. ഓക്കെ, അത് ഓർത്ത് പ്ലീസ് വറി ആവണ്ട. ഇൻ കേസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇത് ഓപ്പണിംഗ് കേളി ബ്രേസ് ആണ്. സോ ഇതൊരു JSON ഒബ്ജക്റ്റ് ആണ്. സോ ആദ്യം ഒരു JSON ഒബ്ജക്റ്റിൻ്റെ റിക്വസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, JSON ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ഈക്വൽ ടു സാധാ ഒരു ജാവയിൽ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഈ JSON ഒബ്ജക്റ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഗെറ്റ് ആണ്, നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല, ആ URL നിന്ന് ഡാറ്റ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഡോട്ട് ഗെറ്റ് എന്നടിക്കേണ്ട. കണ്ടോ, ഇത്രയും മെത്തേഡ് ഉണ്ട്, ഡിലീറ്റ്, ഗെറ്റ്, പോസ്റ്റ്, പുട്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ JSONൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. JSONലല്ല, REST APIയിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗെറ്റ് മെത്തേഡാണ്. അതായത് ഒരു URL ഉള്ള ഡാറ്റ ഇങ്ങോട്ട് മേടിക്കുക, അതാണ് ജസ്റ്റ് ഗെറ്റ്. പിന്നെ URL ചോദിക്കുന്നുണ്ട്, ഏത് URL നമുക്ക് ഡാറ്റ എടുക്കേണ്ടത്, API URL നിന്നാണ് നമുക്ക് ഡാറ്റ എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ JSON ഒബ്ജക്റ്റ് JSON റിക്വസ്റ്റ്, അങ്ങോട്ട് എന്തെങ്കിലും JSON ഡാറ്റ കൊടുക്കാനുണ്ടോ, ഇല്ല, നമുക്കൊരു JSON ഡാറ്റ അങ്ങോട്ട് കൊടുക്കാനില്ല. അപ്പോൾ അത് നള്ളാക്കിയിട്ട്. ഓക്കെ, ഇനി ലിസണർ റെസ്പോൺസ് വന്നാൽ എന്ത് ചെയ്യണം. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഒരു പുതിയ ലിസണർ ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതായി ഫോർ നൗ ഒരു റെസ്പോൺസ് ലിസണറായി. റെസ്പോൺസ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ലിസൺ ചെയ്യുന്ന ഒരാളായി. ഇനി ഇതെന്ത് ചെയ്യണം, ഒരാളും കൂടി ഉണ്ട്, എറർ വന്നാൽ എന്ത് ലിസൺ ചെയ്യണം. ഓക്കെ, ഫോർ ദാറ്റ് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു നമ്മൾ ന്യൂ റെസ്പോൺസ് ലിസണർ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേക്ക് ഇവിടെ നിന്നാണ്, ഈ ഒരു കേളി ബ്രേസിൻ്റെ എൻഡ് ഇട്ടിട്ടാണ് അടുത്ത പാരാമീറ്റർ വരിക. കോമ ഇടുക, ന്യൂ റെസ്പോൺസ് എറർ ലിസണർ ഇട്ടു, ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയായ വി ആർ ഗുഡ് ടു ഗോ. ജസ്റ്റ് ഞാനിതൊന്നും എന്ത് ചെയ്യാം, ഇവിടെ ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ചെയ്തു. ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ആ വരുന്ന റെസ്പോൺസിന് ഡോട്ട് ടു സ്ട്രിങ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ടു സ്ട്രിങ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് നമ്മൾ ഇന്നലെ ചെയ്ത കാര്യമാണ്. കൺഫ്യൂസിങ് ആവാൻ കുറേ പേർക്ക് അധികം ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഓക്കെ, എറർ ഞാൻ ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, എൻ്റെ ഫോണിൻ്റെ അകത്ത് റൺ ചെയ്യുന്നു. ഈ ഒരു ആപ്പല്ല നമ്മൾ ഈ ഒരു ബ്ലോഗ് ആപ്പാണ് ലോഞ്ച് ചെയ്യുക. ഓക്കെ, ഇത് ഓക്കെ, ഒന്ന് ബിൽഡ് ചെയ്യുന്നവരെ കാത്തിരിക്കാം. അതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത കാര്യമാണ്. ഇന്നലത്തെ സെഷനിൽ നോക്കിയാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും.
സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ഞാൻ ആ ഒരു JSON കുറച്ചുകൂടി സ്ട്രക്ചർഡ് ആക്കി മീൻ ടൈം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ആ ഒരു JSON പറ്റി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഐഡിയ കിട്ടും. Ctrl+Shift scratch buffer. ഓക്കെ, ചേഞ്ച് ലാംഗ്വേജ് എന്തായാലും JSON വയ്ക്കാം. ഓക്കെ, സോ ഉണ്ടോ, ഇതാണ് നമ്മൾ ആ ഒരു ഡാറ്റ. ഈ ഒരു ഡാറ്റ ശ്രദ്ധിച്ചാൽ നോക്കാം, ഒരു JSON ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് സ്റ്റാറ്റസ് ഉണ്ട്. സ്റ്റാറ്റസ് ഓക്കെ, ടോട്ടൽ റിസൾട്ട് 38 എണ്ണം ഉണ്ട്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു എന്തുണ്ട്, ഒരു JSON അറേ ഉണ്ട് അല്ലേ, ഒരു JSON അറേ ഉണ്ട്. ഓക്കെ, ക്ലിയർ കുറവുണ്ടല്ലോ, ക്ലിയർ കുറവുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഏതാ, ഓക്കെ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ JSON അറേ ഉണ്ട്. ആ അറേക്ക് അകത്തുള്ള ഒബ്ജക്റ്റാണ് എന്ത് പിന്നെ വരുന്നത്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്തുണ്ട്, ഓതർ, ടൈറ്റിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഈ ഒരു ആർട്ടിക്കിളിലുള്ള ഈ ഒരു സാധനത്തിനാണ് പിടിച്ച് നമുക്ക് UIയിലോട്ട് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈറ്റിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടന്റും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ URL ടു ഇമേജ്, അത് ആ ഒരു ഇമേജാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. ഉണ്ടോ, ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്, അതായത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സംഭവം അങ്ങോട്ട് ജസ്റ്റ് മറന്നേക്കാന്നല്ല, അയാളെ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യും, ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ അറേ എടുക്കും. അറേയിൽ ഇരുന്നിട്ട് മൊത്തം ഒന്ന് ഇറ്ററേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട എല്ലാ ഡാറ്റയും ഈ ഒരു റെസ്പോൺസിൻ്റെ അകത്തുനിന്ന് എടുക്കും. ഓക്കെ, സോ നമ്മൾ ആപ്പ് ഇവിടെ ലോഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടോ. ഓക്കെ, ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഒരു ആ നെറ്റ്വർക്ക് പോയി വരാനുള്ള ഒരു ഡിലേ കാണും. നോക്കാം, ഓക്കെ, ബെറ്റർ ലോഗ് ചെയ്യുന്നതായിരിക്കും അല്ലേ, ലോഗ് ചെയ്താൽ പിന്നെ അവിടെ കിടക്കാം. ഓക്കെ, log.e എന്ന് കൊടുക്കുന്ന ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ്. റെസ്പോൺസ് ഡോട്ട് സ്ട്രിംഗ്. ഓക്കെ ഓക്കെ, ഞാൻ അവിടെയും log.e error.string. ഓക്കെ, ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ബെറ്റർ ആയിട്ട് റീഡബിൾ ആയിരിക്കും. സോ ഞാൻ ജസ്റ്റ് റൺ ചെയ്യുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ കിട്ടുന്ന ഈ റെസ്പോൺസിൻ്റെ അകത്തുനിന്ന് ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാക്കണം. നമ്മൾ ആ കൺട്രിയുടെ നെയിമൊക്കെ ചെയ്ത പോലെ അതുപോലെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാക്കണം, ഒരു റീസൈക്ലർ വ്യൂ അഡാപ്റ്റർ ഉണ്ടാക്കണം, എന്നിട്ട് അതിലോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്കിന്ന് ചെയ്ത് തീർക്കണം. ഓക്കെ, കേൾക്കണോ? ഓക്കെ, ഏതൊക്കെ ബൈ ഡിഫോൾട്ട് വരുന്നതാണ് നോക്കാം. കോഴ്സിൻ്റെ ലോഗ്സ് ആണ്. ഓക്കെ, ഇത് വരുന്നില്ല. വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ, നമ്മൾ ആ ഒരു ക്യൂലോട്ട് ആഡ് ചെയ്തിട്ടില്ല. മൈ സിംഗിൾട്ടൺ ഡോട്ട് ഗെറ്റ് ഇൻസ്റ്റൻസ്. ഓക്കെ, ഗെറ്റ് ആപ്ലിക്കേഷൻ. ഇതെന്താ ഇന്നലെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവർ എന്നോടൊന്ന് പിങ് ചെയ്താൽ മതി. ആ ഒരു റിക്വസ്റ്റ് ക്യൂ ഉണ്ട്, നമ്മൾ നെറ്റ്വർക്കിലോട്ടുള്ള റിക്വസ്റ്റ് അവിടെ പ്രോസസ്സ് ചെയ്യുന്ന ആൾ അയാൾക്ക് അയച്ചിട്ടില്ല. സോ അറ്റ് ദാറ്റ് മൊമെൻറ്റ് മാത്രമേ നമുക്ക് അയക്കുള്ളൂ. ഓക്കെ, ഒരു മണ്ടത്തരം പറ്റിയതാണ്. ഓക്കെ, പെർമിഷൻ ഉണ്ടോ ഇൻ്റർനെറ്റിൻ്റെ? മാനിഫെസ്റ്റിൽ ഇങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുന്നത്. ഇന്നലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. മനസ്സിലാവാത്തവർക്ക് ഇന്നലത്തെ സെഷൻ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, സോ ഇൻസ്റ്റാൾ ആയാൽ നമുക്ക് ആ ഒരു ലോഗിൽ എന്തെങ്കിലും സക്സസ് അല്ലെങ്കിൽ എറർ കിട്ടണം. ആപ്പ് ലോഞ്ച് ആയി കാണും. ഓക്കെ ഓക്കെ ഓക്കെ, എന്തെങ്കിലും യെസ്, എന്തോന്നു റെസ്പോൺസ് വന്നുണ്ടോ, സ്റ്റാറ്റസ് ഓക്കെ. ആ ഒരു ഡാറ്റ നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിന് പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, അറ്റ് ദിസ് പോയിന്റ് ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു JSON ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒരു JSON ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു JSON ഒബ്ജക്റ്റിൻ്റെ ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്താ ഉള്ളത് മറ്റൊന്നുമല്ല, ഈ കാണുന്ന എൻറ്റയർ ഡാറ്റേൻ്റെ അകത്തുണ്ട്. മീൻസ് കുറച്ചുകൂടി സ്ട്രക്ചർഡ് ആക്കി കാണിക്കുകയാണെങ്കിൽ ഈ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഇത്രയും ഡാറ്റ
38 ടോപ്പ് ഹെഡ്ലൈൻസിൻ്റെ ഇത്രയും ഡാറ്റ നമുക്ക് എന്തുണ്ട് ഈ ഒരു റെസ്പോൺസിൻ്റെ അകത്തുണ്ട്. ഈ ഒരു റെസ്പോൺസിനെ പിടിച്ച് ആ യു ഐയിൽ ഇട്ടൊന്ന് ലിസ്റ്റ് ചെയ്ത് കാണിച്ചാൽ നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. 90% ഓഫ് ടാസ്ക് കഴിഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് മെത്തേഡ് ഉണ്ടാക്കുകയാണ് ഈ ഒരു ഡാറ്റേനെ ഹാൻഡിൽ ചെയ്യാൻ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ റെസ്പോൺസ് ഉണ്ടാക്കി. എന്നിട്ട് അതിന് ഈ ഒരു പാരാമീറ്റർ ഈ കിട്ടിയ റെസ്പോൺസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഇല്ലാത്തതുകൊണ്ടാണ് എറർ അടിക്കുന്നത്. ജസ്റ്റ് അവിടെ കേസർ വെച്ച് ആൾട്ട് എൻ്റർ പ്രസ് ചെയ്യുക, ക്രിയേറ്റ് മെത്തേഡ് ഹാൻഡിൽ റെസ്പോൺസ്. ഓക്കെ, എവിടെ വേണം, മെയിൻ ആക്ടിവിറ്റി, എനിക്ക് ആ ഒരു ക്ലാസ്സിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, വരുന്ന റെസ്പോൺസിനെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പുതിയൊരു മെത്തേഡ് ഉണ്ടാക്കി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കൊന്നും ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി, ഈ റെസ്പോൺസിൻ്റെ അകത്തുനിന്ന് ഈ ഒരു റെസ്പോൺസിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എന്തൊക്കെയാണ്, ഞാൻ ഈ പബ്ലിഷ് ചെയ്ത ഡേറ്റോ പിന്നെ ഓതർ ഒന്നും എടുക്കാൻ പോകുന്നില്ല. എനിക്കെന്ത് വേണം, നമ്മൾ യു ഐ കണ്ടാൽ മനസ്സിലാവും പലർക്കും. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത് ഒന്നേ ഉള്ളൂ, ഇമേജ്, ടൈറ്റിൽ, എന്ത് ചെയ്യും, ആ ഒരു ഡിസ്ക്രിപ്ഷൻ, ആ 3 സാധനം മാത്രം മതി നമുക്ക്. ഓക്കെ, ടൈറ്റിൽ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, URL ഇമേജ് ഉണ്ട്, പിന്നെ ഈ ഒരു URL ഉണ്ട്. ഈ URL പിന്നത്തെ ആവശ്യത്തിനാണ്. അപ്പം നമ്മൾ എടുക്കുന്നത് 4 കാര്യങ്ങളാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മാത്രം നമുക്ക് മതി. അപ്പം 4 കാര്യങ്ങളെല്ലാം ഒരു 38 ആയിട്ടുള്ള അറേ കിട്ടിയാൽ നമുക്ക് എന്തായി, ആ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തെക്കാനുള്ള സ്ഥലമായി. അപ്പോൾ അതിന് ഞാൻ വേറൊരു സംഭവം ആഡ് ചെയ്യും. ജാവയ്ക്കകത്ത് മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു പുതിയ ജാവ ക്ലാസ് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ അതിന് മോഡൽ ന്യൂസ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ന്യൂസ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യും. സ്ട്രിങ് എന്ത് ചെയ്യും, ന്യൂസ് ടൈറ്റിൽ കോമ ന്യൂസ് ഡിസ്ക്രിപ്ഷൻ DSC എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ന്യൂസ് IMG പിന്നെ ന്യൂസ് URL, ഇങ്ങനെ കുറച്ച് സാധനം വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ എൻ്റർ അല്ലെ ആൾട്ട് എൻ്റർ അല്ല ആൾട്ട് ഇൻസേർട്ട് ആണ് അല്ലെ. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വിൻഡോസിലാണെങ്കിൽ ജസ്റ്റ് എയിലാണെങ്കിലും ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ജനറേറ്റ് എന്നുണ്ട്, ജനറേറ്റ് ആൾട്ട് ഇൻസേർട്ട് ആണ് വിൻഡോസിൽ, കൺട്രോൾ എൻ്റർ ആണ് മാക്കിലകത്ത് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് ജനറേറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഒരു സെറ്റപ്പ് കണ്ടോ, കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൺസ്ട്രക്ടർ എന്ന് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എല്ലാ പാരാമീറ്ററും ഒന്ന് സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത്രയും വേരിയബിൾസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടറിനെ കിട്ടും. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് എന്നടിക്കുക. ഓക്കെ, ജനറേറ്റ് എന്നടിക്കുമ്പോൾ ഗെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ് എന്ന് കൊടുക്കും. അല്ലെങ്കിൽ ഗെറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, ഗെറ്റേഴ്സ് മാത്രമേ നമുക്ക് ഗെറ്റേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ലിസ്റ്റ് കാണും. അതിലെല്ലാ വേരിയബിളും സെലക്ട് ചെയ്യുക, ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, ഇങ്ങനെ ഗെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. സോ ബേസിക്കലി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ എടുത്ത് വയ്ക്കുന്ന ഒരാളാണ് ഒരു മോഡൽ ക്ലാസ്. അതായത് ഈ ഒരു മോഡലിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈറ്റിൽ, ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ഇമേജ്, ഒരു URL, ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യാം, എടുത്ത് വയ്ക്കുന്നത് എന്തായിരിക്കും, എല്ലാം സ്ട്രിങ് ആയിരിക്കും. അതായത് ഇത്രയും സ്ട്രിങ്ങിനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ മോഡൽ ന്യൂസ്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് മോഡൽ ക്ലാസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റേനെ, ഒരു സെറ്റ് ഓഫ് ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ടർ ഈ ഒരു മോഡലിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും, ന്യൂസ് ഐറ്റം 1 എന്ന് പറഞ്ഞാൽ ഇത്രയും പാരാമീറ്റർ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്രൂപ്പ്, ഒരു ന്യൂസ് ഐറ്റത്തിൻ്റെ ഗ്രൂപ്പ്, ഒരു ന്യൂസ് ഐറ്റം ഉണ്ടാവും. അതിൻ്റെ ടൈറ്റിലും കണ്ടന്റും ഇമേജും URL ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ന്യൂസ് ഐറ്റത്തിനെ .get URL വെച്ച് ഇമേജ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഓരോ ഡാറ്റയും എടുക്കാൻ പറ്റും. ഇതിൻ്റെ പെർഫെക്റ്റ് യൂസ് ഓൺ ദ ഗോ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. സോ ഫോർ നോ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു മോഡൽ ക്ലാസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി ഇത് യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാർ മോർ ബെറ്റർ ആയിട്ട് മനസ്സിലാവും വിചാരിക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്തുണ്ട്, ഇത്രയും ഡാറ്റ, ഈ സെറ്റ് ഓഫ് ഡാറ്റ ഇവിടെ കയ്യിലുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്കൊരു കസ്റ്റം ലിസ്റ്റിലോട്ടാക്കാം. ഓക്കെ, ഒരു ലിസ്റ്റിലോട്ടാക്കുക. എന്നിട്ട് ആ ഒരു ലിസ്റ്റിനെ നേരെ ആ റീസൈക്ലർ വ്യൂവിലോട്ട് അങ്ങ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടി ഞാൻ എന്ത് യൂസ് ചെയ്യും, ഈ ഓരോരോ ഐറ്റം കയറണ്ടേ, ഇതൊരു JSON അറേയില്ലേ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു JSON അറേയാണ്. ഓക്കെ, ആ അറേക്കകത്തൂടെ ലൂപ്പ് ചെയ്താൽ എനിക്ക് ഓരോ ന്യൂസ് ഐറ്റും ആക്സസ് ചെയ്യാൻ പറ്റൂലേ. ഓക്കെ, പറ്റും. എന്താണ് ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ അറേ കൂടെ എന്ത് ചെയ്യാം, ലൂപ്പ് അടിച്ച് ഓരോ ഒബ്ജക്റ്റിലും കയറി, 0th ഒബ്ജക്റ്റ് ഇതാണ്, ഫസ്റ്റ് ഒബ്ജക്റ്റ് ഇതാണ്, സെക്കൻഡ് ഒബ്ജക്റ്റ് ഇതാണ്, പിന്നെ തേർഡ് ഒബ്ജക്റ്റ് ഇതാണ്. ഓക്കെ, അങ്ങനെയാണ് അറേയിൽ വരുന്നത്. ആ ഒരു അറേയിൽ എന്ത് ചെയ്യാം, ഐട്രേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ന്യൂസ് ഒബ്ജക്റ്റും കിട്ടാൻ പറ്റും. സോ ഫോർ നൗ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ഈ ഹോൾ റെസ്പോൺസിനകത്ത് നിന്ന് ഈ ആർട്ടിക്കിൾ അറേ ഫെച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമുക്ക് ടോട്ടലി ഉള്ളത് ഒരു JSON ഒബ്ജക്റ്റ് ആണ്. സോ അതിൻ്റെ ഈ എൻ്റെ ഫോം ഞാൻ ആദ്യം ഒന്നുകൂടി സെറ്റാക്കി തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത് എൻ്റെ JSON. ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ സ്റ്റാറ്റസും റിസൾട്ടും ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആർട്ടിക്കിൾ തൊട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസ്പോൺസിൻ്റെ അകത്ത് നിന്ന് ഈ ആർട്ടിക്കിളിൻ്റെ JSON അറേ ഫെച്ച് ചെയ്യണം. ഓക്കെ, JSON കിട്ടിയ റെസ്പോൺസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ JSON അറേ ഫെച്ച് ചെയ്തിടണം, അത് മാത്രം കണ്ടിരുന്നു. സോ അതിന് ഞാൻ എന്ത് ചെയ്യും, ശ്രദ്ധിച്ചോളൂ കേട്ടോ. JSON അറേ JSON A വരെ, JSON A എന്നുള്ളത് ഫുൾ ക്യാപ്സ് ആണ്, എൻ്റർ പ്രസ് ചെയ്യുക. JSON അറേ എന്താണ്, ആർട്ടിക്കിൾസ് അറേ ഈക്വൽസ്. ഓക്കെ, JSON അറേൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി ആ ഒരു അറേ എടുത്ത് വയ്ക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് ആ റെസ്പോൺസ് ഡോട്ട്, കണ്ടോ കുറേ മെത്തേഡ് ഉണ്ട് അവിടെ. ഗെറ്റ് JSON അറേ, ഗെറ്റ് ഓപ്റ്റ് JSON അറേ, OPT ടു JSON അറേ, നെയിംസ്, അക്യുമുലേറ്റ്, ഗെറ്റ് ബൂളിയൻ, ഗെറ്റ് ഡബിൾ. നമുക്ക് വേണ്ട എന്താ, JSON അറേ എടുക്കല്ലേ, ഗെറ്റ് JSON അറേ എടുക്കണം. എന്നിട്ട് എന്തുണ്ട്, സ്ട്രിങ് നെയിം ചോദിക്കുന്നുണ്ട്. എന്താ സ്ട്രിങ് നെയിം, ആ അറേൻ്റെ പേരെന്താ, ഇങ്ങോട്ട് വന്ന് നോക്കുക. ഇതാണ് ഈ ഒരു ഓപ്പണിംഗ് ബ്രേസ് തൊട്ട് അതിൻ്റെ എൻഡ് വരെയുള്ളതാണ് നമ്മൾക്ക് കിട്ടിയ റെസ്പോൺസ്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു റെസ്പോൺസിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ സാധനം എടുക്കണം. അപ്പോൾ ഈ ആർട്ടിക്കിൾ എന്നാണ് ആ JSON അറേൻ്റെ പേര്. JSON അറേ എന്ന് എങ്ങനെ മനസ്സിലാവും, ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, അപ്പോൾ അതൊരു JSON അറേ ആണ്. ഓക്കെ, ഇപ്പോൾ നെയിം ചോദിക്കുന്നുണ്ട്, ഞാനൊരു ആർട്ടിക്കിൾസ് ഒന്ന് ടൈപ്പ് ചെയ്തു, ജസ്റ്റ് ലാസ്റ്റ് സെമികോളൻ ഇട്ടു. സെമികോളൻ ഇടുമ്പോൾ ഇപ്പോൾ ഗെറ്റ് JSON അറേക്ക് പുള്ളിക്കാരനൊരു എറർ പറയുന്നുണ്ട്. ഓക്കെ, എറർ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താ, ജസ്റ്റ് മൗസ് ഹോവർ ചെയ്യുക, അപ്പോൾ പുള്ളിക്കാരൻ ആ എററിൻ്റെ കോസ് നമുക്ക് പറഞ്ഞുതരും. അൺഹാൻഡിൽഡ് എക്സെപ്ഷൻ org.json എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്തുണ്ട്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. അതായത് ഒരു മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടാസ്ക് ഉണ്ട്, ആ ടാസ്ക് ചെയ്യുമ്പോൾ ഒരു കേസ് ഇമാജിൻ ചെയ്യുക, നമ്മൾ റാൻഡം ആയി കണ്ട് രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യാണ്. 0 to 10 വരെയുള്ള നമ്പേഴ്സ് പരസ്പരം റാൻഡം ആയിട്ട് ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ആ കേസിൽ വരാൻ ചാൻസ് ഉള്ള ഒരു എക്സെപ്ഷൻ ആണ് അരിതമെറ്റിക് എക്സെപ്ഷൻ. അതായത് ഒരു നമ്പറിനെ ഒരു 0 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു കേസ് വന്നാൽ അവിടെ ഒരു എക്സെപ്ഷൻ വന്നു. അതായത് ഒരു എറർ വരാൻ ചാൻസ് ഉള്ള കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സേഫ് ആക്കാൻ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയും. ഓക്കെ, അതായത് എറർ വരാൻ ചാൻസ് ഉള്ള ഒരു കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു എറർ വരാനുള്ള ചാൻസിനെ നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പം എന്ത് ചെയ്യണമെന്ന് സ്പെസിഫിക് ആക്കി പറയാൻ വേണ്ടി നമ്മൾ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ട്. സോ അതിന് ഞാൻ എന്ത് ചെയ്യും, ട്രൈ ക്യാച്ച് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ ജാവയ്ക്കകത്തുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ട്രൈ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ട്രൈ എന്ന് പറഞ്ഞു. ഓക്കെ, ട്രൈ എന്ന് പറഞ്ഞൊരു കീവേഡ് വെച്ച് ഞാനൊരു കീവേഡ് എഴുതി, ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു, ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തു, ഒരു ക്ലോസിംഗ് ബ്രേസ് വന്നു. ഓക്കെ, ട്രൈ എന്ന് പറഞ്ഞ സാധനം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ക്ലോസിംഗ് ബ്രേസിൻ്റെ അവിടെ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞ കീവേഡ് ഇട്ടു, അപ്പോൾ ഒരു ബ്രാക്കറ്റും കൂടെ വന്നു. അപ്പോൾ പുള്ളിക്കാരൻ എന്താ ചോദിക്കുന്നത്, പുള്ളിക്കാരൻ ഒന്നുമല്ല, ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യും. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ആൻ എറർ എന്ന് വിചാരിക്കുക. ഓക്കെ, എക്സെപ്ഷൻ ഇ, എന്നിട്ട് ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസ്. ഇതാണ് ഒരു സിമ്പിൾ ട്രൈ ക്യാച്ചിൻ്റെ ഫോർമാറ്റ്. മനസ്സിലായോ, ഒരു സിമ്പിൾ ട്രൈ ക്യാച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, വിൽ do some task. Okay, if any error occurred, okay, jumps to catch block. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ കുറച്ച് ടാസ്ക് എഴുതും, അല്ലെങ്കിൽ കുറച്ച് എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് കോഡ് എഴുതും. ആ കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഏതെങ്കിലും ലൈനിൽ എറർ വന്നാൽ എന്ത് ചെയ്യും, ഈ ഒരു ലൈനിലോട്ട് വരും. ഓക്കെ, ഇൻ കേസ് ഓഫ് എനി എറർ ദിസ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പെഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ഡെമോ എന്ത് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഫോർ നോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആൾട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യാം, ആഡ് എക്സെപ്ഷൻ ടു മെത്തേഡ് സിഗ്നേച്ചർ, അതായത് അത് വേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം, സറൗണ്ട് വിത്ത് ട്രൈ ആൻഡ് ക്യാച്ച്, ആ എറർ വാനിഷ് ചെയ്യും. ഓക്കെ, സോ ഇത് ബേസിക്കലി എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഇതില്ലാണ്ട് ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് റൺ ചെയ്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ആർട്ടിക്കിൾസ് 1 2 3 4 എന്ന് പറഞ്ഞൊരു അറേൻ്റെ പേര് കൊടുത്തു. ബേസിക്കലി എന്തില്ല, അങ്ങനെ ഒരു അറേ ഇല്ല.
ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു എക്സെപ്ഷൻ ആണ്. അപ്പോൾ ബേസിക്കലി ഈ ഡോട്ട് പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് വർക്ക് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഞാൻ എന്ത് ചെയ്യും, ടോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇൻസൈഡ് എക്സെപ്ഷൻ ബ്ലോക്ക് എന്ന് നോക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഇതിൻ്റെ ആവശ്യം. നമ്മൾ കിട്ടാൻ പോകുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു എക്സെപ്ഷൻ്റെ ബ്ലോക്ക് ടോസ്റ്റ് ആയിരിക്കും. ഇൻസൈഡ് എക്സെപ്ഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യമായിരിക്കും. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ട്രൈക്കകത്തുള്ള ഈ ഒരു JSON അറേ, ഈ ഒരു നമ്മുടെ കയ്യിൽ ഒരു റെസ്പോൺസ് ഉണ്ട്, ആ റെസ്പോൺസിൻ്റെ അകത്തുനിന്ന് ഗെറ്റ് JSON അറേ ഇങ്ങോട്ട് ഒരു JSON അറേൻ്റെ പേരെന്താ, ഇവിടെ എന്താ നമ്മൾ പേര് കൊടുത്തേ, ആർട്ടിക്കിൾസ് 123 പക്ഷെ അങ്ങനെ ഒരു അറേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു JSON എക്സെപ്ഷൻ വരും. ഇല്ലാത്ത ഒരാളെ നമുക്ക് വിളിക്കാൻ പറ്റില്ല, അവിടെ ഒരു എക്സെപ്ഷൻ വരും. ആ എക്സെപ്ഷൻ വരുന്ന മുറയ്ക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്കൊരു ടോസ്റ്റ് വരും. ഓക്കെ, ടോസ്റ്റ് ഇവിടെ പാടിയോ, ഇല്ല, വരണ്ടാണ്, വരുന്നില്ല. എവിടെ വന്നിട്ടോ പോയോ നോക്കാം, നമുക്ക് സ്റ്റാക്ക് ട്രേസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, സ്റ്റാക്ക് ട്രേസ് ചെയ്തിട്ടുണ്ടോ നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ആണ്. ഈ ഡോട്ട് പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് വന്നിട്ടില്ല. എന്താ അങ്ങനെ വരാൻ പാടില്ലല്ലോ. എന്തോ നോക്കട്ടെ, എന്താ സംഭവിച്ചത് നോക്കാം നമുക്ക്. ഓക്കെ, റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ലല്ലോ, ഔട്ട്പുട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ട്രൈ ക്യാച്ച് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ജാവയിലുള്ളൊരു വേറെ വലിയൊരു സംഭവം. ഇൻസൈഡ് എക്സെപ്ഷൻ ബ്ലോക്ക് ഒന്നല്ലേ, കണ്ടോ ആരെങ്കിലും? കണ്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണം, നമുക്ക് എക്സെപ്ഷൻ കിട്ടുന്നുണ്ടോ. കണ്ടോ ഇതാണ് വരുന്നത്. ഇത് നമ്മൾ ആ ഒരു ഈ ഡോട്ട് പ്രിന്റ് സ്റ്റാക്ക് ട്രേസ് ഉണ്ടോ, JSON എക്സെപ്ഷൻ എന്തുണ്ട്, നോ വാല്യൂ ഫോർ ആർട്ടിക്കിൾ 123 ആർട്ടിക്കിൾ 123 അങ്ങനെ ഒരു സംഭവമില്ല, അതൊരു എക്സെപ്ഷൻ ആണ്. സോ അതെന്ത് ചെയ്യും, അങ്ങനെ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യും, എറർ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ആ ഒരു ബ്ലോക്കിലോട്ട് വരും. അല്ലെങ്കിൽ ഇതിങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഗ്യാപ്പ് അവിടെ ക്രാഷ് ആവും. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അതുപോലെ ട്രൈ ക്യാച്ചിൻ്റെ അകത്ത് ആ അറേ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അറേ കൂടെ ഐട്രേറ്റ് ചെയ്യണം. ഐട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അറേയിലെ ഓരോ എലമെന്റ് നോക്കുക, അതിന് വേണ്ട സാധനങ്ങൾ എടുക്കുക. സോ ഫോർ ദാറ്റ് ഞാൻ എന്ത് ചെയ്യും, ഒരു ലൂപ്പ് ഇടും. നമ്മൾ മുന്നേ ലൂപ്പ് പഠിച്ചിട്ടുണ്ട്, ലൂപ്പ് എടുക്കും. ഓക്കെ, ലൂപ്പ് ഇങ്ങനെ പോകുന്ന ആർട്ടിക്കിൾസ് അറേ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്ത് ചെയ്യും, അപ്പോൾ ഈ ഒരു അറേൻ്റെ ലെങ്ത് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് അങ്ങ് ഇടും. ഓക്കെ, ഫോർ I. സോ I = 0, I less than array dot length I++. അതായത് ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ JSON അറേയിലെ എല്ലാ എലമെന്റും ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സിംപ്ലി അതാണ്. സോ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ബ്രൗസർ എവിടെ, അപ്പോൾ ഇതാണ് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിൽ ഈ ഒരു എലമെന്റിന്റെ ആക്സസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യല്ല, ആ ഒരു ഇൻഡെക്സ് പോയിന്റ് ചെയ്യും, ഒരു വേരിയബിൾ ഇവിടെ പോയിന്റ് ചെയ്യും. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ആ ഒരു അറേ എടുത്ത് നോക്കിക്കേ, ഈ അറേക്കകത്ത് എന്താ കാണാൻ പറ്റുന്നത്, ഇതൊരു JSON അറേ ആണ് അല്ലേ. ആ അറേക്കകത്ത് എന്താ, ഒരു ഓപ്പണിംഗ് ബ്രേസ് ആണ്. അപ്പോൾ ഇതൊരു JSON ഒബ്ജക്റ്റ് ആണ് അല്ലേ, ഒരു JSON ഒബ്ജക്റ്റ് ആണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ അറേയിൽ 0th പൊസിഷനിലുള്ള ഒബ്ജക്റ്റ് ആണ് ഇത്. ഫസ്റ്റ് പൊസിഷനിലുള്ള JSON ഒബ്ജക്റ്റ് ആണ് എന്ത്, ഈ കാണുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായോ? ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ഒരു JSON അറേ ഉണ്ട്, അതിൽ 0th ഇൻഡെക്സിൽ ഒരു JSON ഒബ്ജക്റ്റ് ഉണ്ട്, അതാണ് ഇത്. സോ നമുക്ക് അതെങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഞാനിവിടെ ഒരു JSON ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാണ്. JSON ഒബ്ജക്റ്റ് എന്താ, ന്യൂസ് ഒബ്ജക്റ്റ് ആണല്ലേ അല്ലേ, ഒരു ന്യൂസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഈക്വൽസ് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ടിക്കിൾസ് അറേ അല്ലേ ഇവിടുത്തെ, ആർട്ടിക്കിൾസ് അറേ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആർട്ടിക്കിൾസ് അറേ ഡോട്ട് ഗെറ്റ് വെച്ചിട്ട് എന്ത് വിളിക്കാം, ഡോട്ട് ഗെറ്റ് ഓഫ് I. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എന്തായി, അപ്പോൾ ഒരു എറർ വരുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അറേയിലെ ഓരോ ലെങ്ത് അനുസരിച്ച് ഒരു എന്ത് ചെയ്യും, ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലൂപ്പ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യും, ആ ലൂപ്പിൽ ഓരോ പൊസിഷൻ മാറുമ്പോഴും നമ്മൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റിങ് ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടാക്കി വെക്കും. ഓക്കെ, സോ എന്താണ് ഇയാൾ പറയുന്നത്, ഒരു എറർ ഉണ്ട്, അത് കാസ്റ്റ് ചെയ്താൽ തീരാവുന്ന എക്സ്പ്രഷൻ ഉള്ളൂ. എന്താ എറർ, റിക്വയർഡ് ടൈപ്പ് JSON ഒബ്ജക്റ്റ് ആണ്, പ്രൊവൈഡ് ഒബ്ജക്റ്റ് ആണ്. ഒരു പ്രശ്നമില്ല, എന്ത് ചെയ്താൽ ഇവിടെ കാസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാസ്റ്റ് ടു JSON ഒബ്ജക്റ്റ് ഉണ്ടോ, അത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ആ ഒരു എറർ അങ്ങ് പൊക്കോളും. ഓക്കെ, സോ നമുക്ക് എന്തായി, ഒരു സിംഗിൾ ന്യൂസിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യണം, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, URL ടു ഇമേജ്. ടൈറ്റിൽ നമുക്ക് കാണിക്കണം, ഡിസ്ക്രിപ്ഷൻ കാണിക്കണം, URL ടു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇമേജ് കാണിക്കണം. URL എന്ന് പറഞ്ഞാൽ ഫോർ ലേറ്റർ പർപ്പസ് ആണ്, ഇപ്പം ഞാൻ പറയുന്നില്ല, അത് ആവശ്യമുണ്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിന്ന്
ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു 4 കാര്യങ്ങൾ ഇങ്ങെടുക്കാം. സോ ഞാൻ എന്ത് ചെയ്യും, ഒരു സ്ട്രിങ് എടുക്കും. സ്ട്രിങ് ന്യൂസ് ടൈറ്റിൽ. ടൈറ്റിൽ ഈക്വൽ ടു എന്താണ്? അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്? ആസ് ഓഫ് നൗ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ടൈറ്റിൽ എടുത്താൽ മതി. ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടോ, ഇത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള വേറെ ഒബ്ജക്റ്റാണ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കേസേ അല്ല. ആസ് ഓഫ് നോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അത് നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഈ ഒരു ടൈറ്റിൽ എടുക്കണം. സോ ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നെയിം നമ്മുടെ കയ്യിലുണ്ട്. ഡാറ്റ ടൈപ്പ് ഇതെന്താ, ഇതൊരു സ്ട്രിങ് അല്ലേ, കണ്ടോ കോഴ്സ് ഇട്ടേക്കുന്നുണ്ട്, ഇതൊരു സ്ട്രിങ് ആണ്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ കിട്ടും. ഞാൻ കാണിച്ചത്, അതായത് ഈക്വൽസ് ന്യൂസ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ടോ, ഗെറ്റ് സ്ട്രിങ്, അതിൻ്റെ പേരെന്താ, ടൈറ്റിൽ എന്നായിരുന്നു. ടൈറ്റിൽ എന്നല്ലേ. ഞാൻ ഭയങ്കര സ്പീഡായി പോകുന്നു, എനിക്കറിയാം. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നോട് ഫർദർ എക്സ്പ്ലനേഷൻ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ. ഓക്കെ, ടൈറ്റിൽ തന്നെയാണ്. എന്ത് ചെയ്യും, ആ ഒരു ഒബ്ജക്റ്റ് കിട്ടി. ആ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ് ഓഫ് ടൈറ്റിൽ. അപ്പോൾ എന്ത് കിട്ടി, ആ ഒരു ടൈറ്റിൽ കിട്ടി. ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് എന്ത് പറ്റും, സ്ട്രിങ് എന്താ, ഇവിടെ എന്താ ന്യൂസ് ഡിസ്ക്രിപ്ഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ന്യൂസ് ഡിസ്ക്രിപ്ഷൻ എന്ന് എഴുതാൻ വയ്യ, ഞാൻ DSC എന്ന് എടുക്കുന്നുണ്ട്, മടിയായുണ്ട്. ഓക്കെ, ന്യൂസ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ് എന്ത് ചെയ്യും, അതിൽ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യണം വയ്യ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ ഓക്കെ, സ്ട്രിങ് ന്യൂസ് URL. ഓക്കെ, URL ഈക്വൽ ടു ന്യൂസ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ് ഓഫ് എന്ത് ചെയ്യും, URL എന്നായിരിക്കും. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ന്യൂസിൻ്റെ URL എന്താ, ഇവിടെ. ഓക്കെ, URL ആണ്. ന്യൂസ് ഇമേജ് URL. ഓക്കെ, സ്ട്രിങ് ന്യൂസ് ഇമേജ് URL ഈക്വൽസ് എന്ത് ചെയ്യാം, ന്യൂസ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് സ്ട്രിങ് ഓഫ്. ഓക്കെ, സോ ഈ ഒരു സംഭവം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ 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 അപ്പോൾ എന്തായി, അപ്പോൾ ഇത് എന്തായും ഇങ്ങനെ ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു കിട്ടിയ റെസ്പോൺസിൻ്റെ അകത്തുള്ള 38 ആർട്ടിക്കിൾ കിട്ടിയില്ല, 32 ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ എന്തുണ്ടാവും, ഈ ഒരു വേരിയബിളിലോട്ട് ഉണ്ടാവും. സോ ഞാൻ എന്ത് ചെയ്യണം, ഒബ്വിയസ്ലി ഇതൊരു അറേ ലിസ്റ്റിലോട്ട്, നമ്മൾ മുന്നേ ചെയ്തില്ലേ ആഡ്, കൺട്രി നെയിം ആഡ് ചെയ്തില്ലേ, അതുപോലെ ഇതിനൊരു അറേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണം. സോ ഫോർ നൗ ഞാൻ എന്ത് ചെയ്യാം, തൊട്ട് മേലെ ഒരു അറേ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ഒരു അറേ ലിസ്റ്റിൽ എന്താ കൊള്ളണ്ടേ, മോഡൽ ന്യൂസ്, അതായത് ന്യൂസിൻ്റെ ഒരു കൂട്ടം അല്ലേ. ന്യൂസ് എന്ത് ചെയ്യാം, ന്യൂസ് അറേ എന്ന് കൊടുത്തു. ഓക്കെ, ന്യൂസ് അറേ ഈക്വൽ ടു ഒരു പുതിയ അറേ ലിസ്റ്റ് അങ്ങ് ഡിക്ലെയർ ചെയ്തിട്ട്. ഓക്കെ, ഒരു സിമ്പിൾ അറേ ലിസ്റ്റ് ഇട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂസ് അറേയിലോട്ട് ഒരു എന്ത് ചെയ്യാം. ഓക്കെ, അതിൻ്റെ മുന്നേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിനെല്ലാറ്റിനും ഞാൻ എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പ് ആക്കണം. നമുക്ക് UI കാണാൻ പറ്റും എന്ത്, സോറി, ന്യൂസ് ആപ്പ് എടുത്താൽ UI കാണാൻ പറ്റും. ഇതൊരു ഗ്രൂപ്പാണെന്ന് പറയാം അല്ലേ. നമ്മൾ ഇത് എന്താ കൺട്രി നെയിമൊക്കെ ചെയ്തപ്പോൾ അതിൽ ഒരു അറയിൽ ഒരു ഐറ്റം ഒരു ഗ്രൂപ്പ് അല്ലായിരുന്നു. അതുപോലെ എന്ത് ചെയ്യണം, ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. എന്തിൻ്റെ, മോഡൽ ന്യൂസിൻ്റെ. മോഡൽ ന്യൂസ് ഐറ്റം എന്ത് ചെയ്യാം, ഈക്വൽ ടു എന്ത് ചെയ്യാം, പുതിയ മോഡൽ ന്യൂസ് ഐറ്റം. ഇവിടെ എന്തുണ്ട്, നമ്മൾ കൺസ്ട്രക്ടറിൽ കുറച്ച് പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് പാരാമീറ്റർ ഉണ്ട്. അയാൾ എന്താ, ന്യൂസ് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ന്യൂസ് ഇമേജ്, ന്യൂസ് URL, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യും, ന്യൂസിൻ്റെ ടൈറ്റിൽ കൊടുത്തു, ന്യൂസിൻ്റെ എന്തെടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, ന്യൂസിൻ്റെ ഇമേജ് കൊടുത്തു, കോമ ഇട്ടിട്ട് ന്യൂസിൻ്റെ URL കൊടുത്തു. ഓക്കെ, ജസ്റ്റ് കോം ഇട്ടു. അപ്പോൾ എന്തായി, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് വേണ്ട ഡാറ്റ, അതായത് ഈ ഒരു സാധനത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി വെച്ച്, ഇതിന് പകരം നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ച്, ഇത് ന്യൂസ് ഐറ്റം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അറേ ലിസ്റ്റിലോട്ട് അങ്ങനെ സെറ്റാക്കി ഒരു സ്റ്റാക്കാക്കി വെക്കാം അല്ലേ, ഒരു സ്റ്റാക്കിലോട്ട് വെക്കാം. സോ ഞാൻ എന്ത് ചെയ്യാം, ന്യൂസ് അറേ ഡോട്ട് ആഡ് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസ് ഐറ്റം എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായി, ഇതിപ്പോൾ ഇൻ കേസ് എന്ത് ചെയ്യും, ഈ ഒരു ഫോർ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോൾ 0th ഒബ്ജക്റ്റ് എടുക്കും, അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കും, അതിനെന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റ് ആക്കിയിട്ട് അതിലോട്ട് ആഡ് ചെയ്യും. സോ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഫോർ ലൂപ്പിൻ്റെ ഐട്രേഷൻ കഴിയുമ്പോൾ എന്തുണ്ടാവും, നമ്മളെ കയ്യിൽ അറേ ലിസ്റ്റ് ഉണ്ടാവും. ആ അറേ ലിസ്റ്റിൽ എത്ര ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ടാവും അത്ര എണ്ണത്തിൻ്റെയും എന്തുണ്ടാവും,
അത്ര എണ്ണത്തിൻ്റെയും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഇമേജും URL എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ന്യൂസ് അറേനെ ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി ജസ്റ്റ് ഒരു UI നമ്മൾ ഉണ്ടാക്കണ്ടേ, ഈ ഒരു ന്യൂസ് ഐറ്റത്തിനുള്ള UI വേണ്ടേ. സോ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു സിംഗിൾ കാർഡ് നമ്മൾ ഡിസൈൻ ചെയ്യണം. സോ ജസ്റ്റ് മൂവ് ടു റിസോഴ്സിൽ ലേഔട്ടിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു പുതിയ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു ലേഔട്ട് റിസോഴ്സ് ഫയൽ ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് റീസൈക്ലർ എന്ത് ചെയ്യണം, ന്യൂസ് അണ്ടർസ്കോർ ഐറ്റം എന്നിട്ടു. ഓക്കെ, ഞാൻ ഇവിടെ കൺസ്ട്രെയിൻ ലേഔട്ട് യൂസ് ചെയ്യാം, ഞാൻ ജസ്റ്റ് ലീനിയർ ലേഔട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേഔട്ട് യൂസ് ചെയ്യാം. നമുക്ക് വേണ്ടത് എന്താണ്, ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രം. ഓക്കെ, ഞാൻ സ്പ്ലിറ്റ് എടുത്തു, ഓറിയൻറ്റേഷൻ വെർട്ടിക്കലാണ്. ഇവിടെ ഹൈറ്റ് റാപ്പ് കണ്ടന്റ് ആക്കണം, അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ, മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഓക്കെ, ഞാനിത് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ ആക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇത് ഈ ഒരു ഇമേജ് ഒന്ന് ഹൊറിസോണ്ടൽ ആണ് അല്ലേ, ഹൊറിസോണ്ടൽ ആണെന്ന് വിചാരിക്കുക. എന്ത് ചെയ്യാം, ഇത് ഫസ്റ്റ് ഹൊറിസോണ്ടൽ വ്യൂ, പിന്നെ ഈ രണ്ടെണ്ണം ഉള്ളത് ഒരു വേറെ ഹൊറിസോണ്ടൽ വ്യൂ, പിന്നെ ഇത് രണ്ടും കൂടി ഉള്ളത് ഒരു വെർട്ടിക്കൽ വേറെ ഹൊറിസോണ്ടൽ വ്യൂ. ഞാൻ UI ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഇമേജ് വ്യൂ ഇടുക. ഓക്കെ, ഒരു ഇമേജ് വ്യൂ ഇട്ടു. ഹൈറ്റ് ഞാനൊരു 100 dp, ഒരു 100 dp ഇട്ടു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു UI ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് ആണ്. ഓക്കെ, ഞാൻ ഇതിനൊരു ID ഇട്ടു. ID എന്താ, ID ന്യൂസ് IMG എന്നിട്ടു. ഓക്കെ, ന്യൂസ് IMG എന്നിട്ടു. അപ്പോൾ എന്തായി, പുള്ളിക്കാരെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, അടുത്ത എന്താ, അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഇവിടെ വന്നു. ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയതുകൊണ്ട് 2 ഐറ്റം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു വെർട്ടിക്കൽ ലീനിയർ ലേഔട്ട് ഇടുകയാണ്. ലീനിയർ ലേഔട്ട് ഞാൻ മാച്ച് പെയറിന് കൊടുക്കുന്നു, റാപ്പ് കണ്ടന്റ് കൊടുക്കുന്നു. ഓക്കെ, ഓറിയൻറ്റേഷൻ എന്ത് ചെയ്തു, വെർട്ടിക്കൽ ആക്കി ഇട്ടു. ഓക്കെ, ഞാൻ 2 ടെക്സ്റ്റ് വ്യൂ ഇടുകയാണ്. ടെക്സ്റ്റ് വ്യൂ എന്ത് ചെയ്യാം, മാച്ച് പെയറിൻ്റെ റാപ്പ് കണ്ടന്റ്. ഓക്കെ, ഇവിടെ ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ, അത് നമ്മൾ മാറ്റിയില്ലല്ലോ, ഹൊറിസോണ്ടൽ ആക്കി. അപ്പോൾ സൈഡിലോട്ട് പോയി അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ID എന്താ പറയണ്ടേ, ID TXT ടൈറ്റിൽ എന്ന് കൊടുത്തു. ടൈറ്റിൽ എന്ന് കൊടുത്തു. ഓക്കെ, TXT ടൈറ്റിൽ എന്ന് കൊടുത്തു. അടുത്ത ടെക്സ്റ്റ് വ്യൂവിന് ഞാൻ ഇതുപോലെ തന്നെ മാച്ച് പെയറിൻ്റെ റാപ്പ് കണ്ടന്റ് ID എന്ത് കൊടുത്തു, ID എന്താ കൊടുക്കുന്നത്, TXT ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തു. ഓക്കെ, ID ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, +ID വേണ്ടേ. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മൾ ഏറ്റവും ബേസിക് UI ആയിട്ടുണ്ട്, 2 ടെക്സ്റ്റ് വ്യൂ ഇതൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മോഡി പിടിപ്പിക്കണം. മോഡി പിടിപ്പിക്കുന്ന കേസിലോട്ട് ഞാൻ വരാം. സോ ഇപ്പോൾ ജസ്റ്റ് ഒരു സ്കെലറ്റൺ ഉണ്ടാക്കി ഇവിടെ ഇട്ടിട്ടേ ഉള്ളൂ. ഓക്കെ, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ID കൊടുത്താൽ ഒരു സ്കെലറ്റൺ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ, അപ്പോൾ UI ആയി, നമ്മുടെ കയ്യിൽ ഡാറ്റയായി അല്ലേ. ഇനി UIനും ഡാറ്റേനും കൂടി നമുക്ക് എന്ത് ചെയ്യണം, മെർജ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, ഒരു അഡാപ്റ്റർ വേണം. ഒരു അഡാപ്റ്റർ അല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, കൺട്രീൻ്റെ ഒക്കെ കേസിൽ ആ സെയിം കൺസെപ്റ്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യും, ന്യൂ എവിടെ, ന്യൂ ജാവ ക്ലാസ് എടുക്കും. ജാവ ക്ലാസ്സിൽ എന്ത് ചെയ്യും, അഡാപ്റ്റർ ന്യൂസ് എന്ന് കൊടുത്തു. ജസ്റ്റ് ഒരു ക്ലാസ് ഉണ്ടാക്കി എന്ത് ചെയ്യും, ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ റീസൈക്ലർ വ്യൂ ആണെങ്കിൽ ഒരു ഐറ്റം ഡിസൈൻ ചെയ്യണം അല്ലേ, ഒരു ഐറ്റത്തിന് ആദ്യം കൺസിഡർ ചെയ്യണം. ഇതൊരു എന്താണ്, വ്യൂ ഹോൾഡറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു ഇന്നർ ക്ലാസ് ഉണ്ടാക്കാണ്, പബ്ലിക് ക്ലാസ് എന്ത് ചെയ്യും, ന്യൂസ് വ്യൂ ഹോൾഡറിന് VH എന്ത് ചെയ്യും, എക്സ്റ്റെൻസ് റീസൈക്ലർ വ്യൂ ഡോട്ട് വ്യൂ ഹോൾഡർ. ഇപ്പോൾ എറർ വരും, ജസ്റ്റ് ആൾട്ട് എൻ്റർ പ്രസ് ചെയ്യുക, ക്രിയേറ്റ് കൺസ്ട്രക്ടർ മാച്ചിങ്. സൂപ്പർ. ഇനി ഈ ഒരു ഹോൾഡർ വെച്ചുള്ള ഒരു കസ്റ്റം അഡാപ്റ്റർ ഉണ്ടാക്കുക. സോ ഫോർ നൗ ഞാൻ എന്ത് ചെയ്യും, എക്സ്റ്റെൻസ് എന്ത് ചെയ്യും, റീസൈക്ലർ വ്യൂ ഡോട്ട് അഡാപ്റ്റർ. ഓക്കെ, ഇതിന് ഈ ഓപ്പറേറ്ററിൻ്റെ പേര് ഞാൻ മറന്നു, ഒരു <greater than സിമ്പിളിൻ്റെ ഇടയ്ക്ക് ആ ഒരു വ്യൂ ഹോൾഡറിൻ്റെ പേരും കൂടെ ഇടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ആൾട്ട് എൻ്റർ അടിക്കാം, ജസ്റ്റ് ഇമ്പോർട്ട് ക്ലാസ് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഒന്നും കൂടി ആൾട്ട് എൻ്റർ അടിക്കുക, ഇംപ്ലിമെൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്, എല്ലാ മെത്തേഡ്സ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തോളാം. അപ്പോൾ എന്തായി, നമ്മൾ ആ ഒരു അഡാപ്റ്റർ റെഡിയായി. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും ഈ ഒരു അഡാപ്റ്ററിൻ്റെ അകത്ത് വേണ്ട. ഇതിൻ്റെ അകത്തൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ മുന്നേ പാസ് ചെയ്തിരുന്നു അല്ലേ, ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ആക്ടിവിറ്റിയിൽ നിന്ന് അഡാപ്റ്ററിലോട്ട് കോണ്ടെക്സ്റ്റ് കിട്ടാൻ. പിന്നെ നമുക്ക് വേണ്ട ഡാറ്റ ഇല്ലേ, നമ്മുടെ ഡാറ്റ ഇതിലോട്ട് പാസ് ചെയ്യാൻ ഒരു കൺസ്ട്രക്ടർ വേണം. അതിന് വേണ്ടി ഞാനൊരു അറേ ലിസ്റ്റിൻ്റെ അകത്ത് ഒരു അറേ ലിസ്റ്റിൽ എന്താ മോഡൽ ന്യൂസ് അല്ലേ, മോഡൽ ന്യൂസിൻ്റെ ഒരു ഡാറ്റ എന്ന പേരുള്ള ഡാറ്റ എന്ന പേരിൽ ഒരു അറേ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു കൺസ്ട്രക്ടറും കൂടെ ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജനറേറ്റ് എടുക്കുക, ജനറേറ്റിൻ്റെ അകത്ത് കൺസ്ട്രക്ടർ എടുക്കുക, മാറിപ്പോയി. എന്ത് ചെയ്യാം, ഞാൻ ആൾട്ട് ഇൻസേർട്ട് അടിച്ചാൽ മതി. ആൾട്ട് ഇൻസേർട്ട് കൺസ്ട്രക്ടർ 2 സെലക്ട് ചെയ്തു. ഇപ്പം എന്തായി, ആ ഒരു കൺസ്ട്രക്ടർ വന്നു.
അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ടർ വെച്ച് നമുക്ക് കോണ്ടെക്സ്റ്റും ആ യു ഐയിലോട്ടുള്ള ഡാറ്റയും ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി ഒരു സെറ്റിങ്ങിലോട്ട് കടക്കാം. സോ ഓൺ ക്രിയേറ്റ് ഉണ്ട്, ഓൺ ബൈൻഡ് ഉണ്ട്, ഓൺ ഐറ്റം കൗണ്ട് കിട്ടാണ്ട്. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാണ്. സോ ഇവിടെ എന്ത് ചെയ്യും, ആ ഡാറ്റ തരുന്ന ഡാറ്റ എത്തണം, അത്രയും ഐറ്റം വേണം. ഓക്കെ, ഡാറ്റ ഡോട്ട് സൈസ് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, റിട്ടേൺ ഒരു വ്യൂ ഹോൾഡർ റിട്ടേൺ ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യണം, ഒരു പുതിയ വ്യൂ ഹോൾഡർ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ആദ്യം നമുക്ക് ആ ഒരു വ്യൂ ഇൻഫ്ലേറ്റ് ചെയ്യണം ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഓൺ ക്രിയേറ്റ് വ്യൂ ഹോൾഡറിൻ്റെ അകത്താണ് വ്യൂ ഇൻഫ്ലേറ്റ് ചെയ്തൊരു വ്യൂ ഹോൾഡർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ വ്യൂ ഈ കോഡ് നിങ്ങൾ കുറേ കഴിയുമ്പോൾ കാണാണ്ട് പഠിക്കും. ഞാനൊരു 6 മാസമൊക്കെ ആയപ്പോഴേക്ക് കാണാണ്ട് അറിയാതിരുന്ന ഏക കോഡ് ഇതാണ്. ഇത് കുറച്ച് ടൈം എടുക്കുമായിരിക്കും കാണാണ്ട് പഠിക്കാം. ലേഔട്ട് ഇൻഫ്ലേറ്റർ ഡോട്ട് ഫ്രം എന്താ പാരന്റ് ഡോട്ട് കോണ്ടെക്സ്റ്റ് ആണ്. പാരന്റിൻ്റെ കോണ്ടെക്സ്റ്റ് എടുക്കുക, ഗെറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഡോട്ട് ഇൻഫ്ലേറ്റ്. ഇത് ചുമ്മാ കാണാണ്ട് അങ്ങ് പഠിച്ചാൽ മതി. എനിക്ക് ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ അങ്ങനെ തന്നെ പഠിച്ചത്. ബേസിക്കലി ഒരു വ്യൂയിലോട്ട് ഇത് ഇൻഫ്ലേറ്റ് ചെയ്യാന്നുള്ളൂ. റീസൈക്കിളർ ഐറ്റം ആണ്. ഓക്കെ, ഇവിടെ വ്യൂ ഗ്രൂപ്പ് ചോദിക്കും. അപ്പോൾ നമ്മൾ പാരന്റ് ആണ് വ്യൂ ഗ്രൂപ്പ്, പിന്നെ അറ്റാച്ച് ടു റൂട്ട് ഉണ്ട്, അത് ചുമ്മാ ഫാൾസ് അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു വ്യൂ നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഒരു പുതിയ വ്യൂ ഹോൾഡർ ഉണ്ടാക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ന്യൂസ് വ്യൂ ഹോൾഡർ എന്ത് ചെയ്യാം, ന്യൂസ് വ്യൂ ഹോൾഡർ ഈക്വൽ ടു ന്യൂസ് വ്യൂ ഹോൾഡർ. പുള്ളിക്കാരൻ ഒരു വ്യൂ അക്സെപ്റ്റ് ചെയ്യും. ആ വ്യൂവിന് ഞാൻ വ്യൂ എന്ന പേര് കൊടുത്ത് ഓക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ന്യൂസ് വ്യൂ ഹോൾഡർ ഈ ഒരു ക്രിയേറ്റീവ് വ്യൂ ഹോൾഡറിൻ്റെ അകത്തുനിന്ന് റിട്ടേൺ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു ഐറ്റം റിട്ടേൺ ചെയ്ത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കിട്ടിയ ഐറ്റത്തിൽ കുറച്ച് ഡാറ്റയും ഇമേജും സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഡാറ്റയും ഇമേജും സെറ്റ് ചെയ്യാൻ ഞാൻ ആ ഇമേജ് സെറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ നെറ്റ്വർക്കിൽ നിന്നല്ല, ഇപ്പോൾ ഡ്രോയബിൾ നല്ല ഇമേജ് എടുക്കുന്നത് നെറ്റ്വർക്കിൽ നിന്നാണ്. അപ്പോൾ അത് ചെറിയ ഒരു വേറെ ചടങ്ങാണ്. ആ ചടങ്ങിലോട്ട് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യാം, ആ ടൈറ്റിൽ മെസ്സേജ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ ഹോൾഡർ ഉണ്ട്, ജസ്റ്റ് ഹോൾഡർ ഡോട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പൊസിഷനിലുള്ള ഇപ്പോൾ എന്ത് ചെയ്യാം, ഓക്കെ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു പൊസിഷൻ, അതായത് എന്താ 0 to n നമ്പർ ഓഫ് ഐറ്റം ഉണ്ടെങ്കിൽ ആ ഓരോ ഐറ്റം സെറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ബൈൻഡ് വ്യൂ ഹോൾഡറിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു പൊസിഷൻ വെച്ചിങ്ങാണ്ട് പറയാൻ പറ്റും എത്രാമത്തെ പൊസിഷനിലുള്ള ആ ഒരു ഐറ്റമാണ്. അതായത് ഇതുപോലെ 0th ആണോ, ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, നമുക്ക് ഇവിടെ ഈ ഒരു പൊസിഷൻ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അതിനു വേണ്ടി ആ ഒരു പൊസിഷൻ്റെ ഡാറ്റ എനിക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഒരു സിംഗിൾ ആ ഒരു ലിസ്റ്റിൽ നിന്ന് ആ ഒരു പൊസിഷൻ്റെ മാത്രം ഡാറ്റ എടുക്കും. ഓക്കെ, ഡാറ്റ ഐറ്റം, അതായത് ആ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഉള്ള ആ ഒരു വ്യൂ ഹോൾഡറിൻ്റെ ഡാറ്റ മാത്രം എടുക്കും. ഈക്വൽ ടു എന്ത് ചെയ്യും, ഡാറ്റ ഡോട്ട് ഗെറ്റ് പൊസിഷൻ. അപ്പോൾ എന്ത് ചെയ്യും, 0th ഐറ്റം ആണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ 0th ഡാറ്റ മാത്രം ഇങ്ങനെ എടുത്ത് ഇവിടെ വയ്ക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഹോൾഡർ ഡോട്ട് ഹോൾഡറിലെ എന്ത് ചെയ്യും, നമ്മുടെ ഓക്കെ ഹോൾഡറിൽ ഇപ്പോൾ ഒരു സാധനം ഇല്ല അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വ്യൂ ഹോൾഡറിൽ ഈ 3 സാധനം ആദ്യം സെറ്റ് ആക്കണം. ഒരു ഇമേജ് വ്യൂ, 2 ടെക്സ്റ്റ് വ്യൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂസ് വ്യൂ ഹോൾഡറിൽ സെറ്റ് ആക്കാം. ഒരു വ്യൂ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഐറ്റം ആണ്. അപ്പോൾ ആ ഒരു സിംഗിൾ ഐറ്റത്തിൽ ആ ഒരു ടെക്സ്റ്റ് വ്യൂവും ഇമേജും നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് വ്യൂ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാകാത്തൊരു പ്ലീസ് ആ റീസൈക്കിളർ വ്യൂവിൻ്റെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കാണുക കേട്ടോ. txt ടൈറ്റിൽ കോമ txt ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അത് രണ്ടെണ്ണമായി. ഇമേജ് വ്യൂ, നമുക്ക് ഇമേജ് വ്യൂ പ്രോഗ്രാമാറ്റിക്കലി യൂസ് ചെയ്യാം. അതിനുള്ള ഇമേജ് വ്യൂ ഇവിടെ ഡിക്ലെയർ ചെയ്യണം, img ന്യൂസ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു കൺസ്ട്രക്ടറിൽ അതിനങ്ങ് എന്ത് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്യും. txt ടൈറ്റിൽ ഈക്വൽ ടു ഐറ്റം വ്യൂ ഡോട്ട് ഫൈൻഡ് വ്യൂ ബൈ id. ഇതൊക്കെ അറിയാൻ ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് പേഴ്സണലി എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക. r ഡോട്ട് id ഡോട്ട് txt ടൈറ്റിൽ ഇതന്നെയാണെന്ന് വിചാരിച്ച് ഞാൻ എഴുതാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് മാറ്റാം. txt ഡിസ്ക്രിപ്ഷൻ ഈക്വൽ ടു ഐറ്റം വ്യൂ ഡോട്ട് ഫൈൻഡ് വ്യൂ ബൈ id r ഡോട്ട് id ഡോട്ട് എന്ത് ചെയ്യും, txt ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് നമ്മൾ വിചാരിച്ച് എഴുതാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മാറ്റാം. ഓക്കെ, img ന്യൂസ് ഈക്വൽ ടു ഐറ്റം വ്യൂ ഡോട്ട് ഫൈൻഡ് വ്യൂ ബൈ id r ഡോട്ട് id ഡോട്ട് img ന്യൂസ് തന്നെയാണ്. ഓക്കെ, അതന്നെ txt ടൈറ്റിൽ txt ഡിസ്ക്രിപ്ഷൻ ന്യൂസ് img അത് തന്നെയാണ്. അതെ തന്നെയാണ്. അപ്പോൾ വി ആർ ഗുഡ് ടു ഗോ. അപ്പോൾ എന്തായി, ആ വ്യൂ ഹോൾഡറിലുള്ള ലേഔട്ടിലുള്ള ഐറ്റംസ് നമുക്കിവിടെ ഈ ഒരു വ്യൂ ഹോൾഡറിൽ സെറ്റ് ചെയ്ത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹോൾഡർ ഡോട്ട് txt ടൈറ്റിൽ നേരെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി, ഡാറ്റ ഐറ്റം ഡോട്ട് ന്യൂസ് ടൈറ്റിൽ. ഓക്കെ,
അല്ല അതിപ്പോൾ എന്താ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഞാൻ കോട്ട്ലൈനിൽ ഇങ്ങനെ ചെയ്യുന്ന, സോറി. ഡോട്ട് സെറ്റ് കോപ്പ്, ഓക്കെ. ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്, ഓക്കെ. അപ്പോൾ അത് റെഡി. ഓക്കെ. ഫോൾഡർ ഡോട്ട് txt ഡിസ്ക്രിപ്ഷൻ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഡാറ്റ ഐറ്റം ഡോട്ട് എവിടെ ന്യൂസ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. അപ്പോൾ ഇമേജ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, കൺഫ്യൂസിങ് ആയിരിക്കും. അതിലോട്ട് ഞാൻ വരാം. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ. അപ്പോൾ എന്തായി, അഡാപ്റ്ററിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് നമ്മൾ 2 കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അഡാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റീസൈക്ലർ വ്യൂ ആയിട്ടൊന്ന് മർജ് ചെയ്യണം. വേണ്ടേ, ഡാറ്റയായിട്ട് നമ്മൾ മർജ് ചെയ്യും. അത് നമ്മൾ ജസ്റ്റ് ഇവിടെ പോവുക, ഈ ഒരു ട്രൈക്കകത്ത് ഫോർ ലൂപ്പ് കഴിയുമ്പോൾ ആ ഡാറ്റയൊക്കെ നമുക്ക് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ റീസൈക്ലർ വ്യൂ ഇതുവരെ നമ്മൾ ഈ ലേഔട്ടിലോട്ട് ആഡ് ചെയ്തിട്ടില്ല. ആ റീസൈക്ലർ വ്യൂ, ആക്ടിവിറ്റിയിലെ റീസൈക്ലർ വ്യൂ എന്ത് ചെയ്യാം, നമ്മൾ ആക്ടിവിറ്റിയിൽ നിന്ന് സെറ്റ് ചെയ്യേണ്ട മെയിൻ ആളെ എന്ത് ചെയ്യാം, ഇവിടെ ഡിക്ലെയർ ചെയ്യാം. ജസ്റ്റ് റീസൈക്ലർ വ്യൂ മൈ റീസൈക്ലർ, വേണ്ട, ന്യൂസ് റീസൈക്ലർ ഡിക്ലെയർ ചെയ്തു. ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ചെയ്യണം. ഓക്കെ. ന്യൂസ് റീസൈക്ലർ ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് എന്താ ഞാൻ പിന്നെ പേരെടുത്ത് പറയാം, റീസൈക്ലർ ന്യൂസ്. അപ്പോൾ റീസൈക്ലർ വ്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാം, അതിന് ജസ്റ്റ് ആ ഒരു എന്ത് ചെയ്യാം, നമ്മളെന്ത് ചെയ്യാം, വേണ്ട, ഞാനിതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, വേണ്ട, ഈ ട്രൈ ബ്ലോക്കിൽ നിന്ന് ഇടാം, എക്സെപ്ഷൻ വന്നു ഇഷ്യൂ. ഓക്കെ. അതിനൊരു അഡാപ്റ്റർ ആദ്യം സെറ്റ് ചെയ്യണം. ഡോട്ട് സെറ്റ് അഡാപ്റ്റർ. അഡാപ്റ്റർ എന്തിനാന്ന്, അഡാപ്റ്റർ അല്ല, സെറ്റ് ലേഔട്ട് മാനേജർ. ലേഔട്ട് മാനേജർ എന്തിനാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂ ലീനിയർ ലേഔട്ട് മാനേജർ ആണ്, വെർട്ടിക്കൽ ലീനിയർ ലേഔട്ട് മാനേജർ ആണ്, ബിക്കോസ് നമ്മളിത് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ലോക്ക് സ്ക്രീൻ എല്ലാവരും കണ്ടോളി. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, വെർട്ടിക്കൽ ലിസ്റ്റ് ആണ്. അപ്പോൾ ലീനിയർ ലേഔട്ട്, ന്യൂ വെർട്ടിക്കൽ ലീനിയർ ലേഔട്ട് ആണ് വേണ്ടത്. ലീനിയർ ലേഔട്ട് മാനേജർ ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടാക്ട്സ് ആയിരിക്കും പുള്ളിക്കാരൻ ഫസ്റ്റ് ചോദിക്കുന്നത്. പിന്നെന്താ, ഓറിയന്റേഷൻ ഞാൻ ജസ്റ്റ് വെർട്ടിക്കൽ എന്നിട്ടു, പിന്നെ റിവേഴ്സ് ഞാൻ ഫോൾസ് ഇട്ടു. ഇതൊക്കെ നമുക്കറിയാവുന്ന പാരാമീറ്റർ ആയിട്ട് ഞാൻ അടിച്ചു വിടുകയാണ്. ഓക്കെ. ജസ്റ്റ് ടൈം എടുത്തങ്ങ് ചെയ്തോളി, ഒരു പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്യാം, ന്യൂസ് റീസൈക്ലർ ഡോട്ട് സെറ്റ് അഡാപ്റ്റർ. ഇനി എന്ത് ചെയ്യാം, പുതിയ അഡാപ്റ്റർ ഇവിടെ ഉണ്ടാക്കുന്നു. അഡാപ്റ്റർ ന്യൂസ് വരൂ. എന്താ, ഫസ്റ്റ് പുള്ളിക്കാരൻ കോണ്ടാക്സ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടാക്സ്റ്റ് വിളിക്കും, പുള്ളിക്കാരൻ കൊടുക്കും കോണ്ടാക്സ്റ്റ്. പിന്നെ അറേ ലിസ്റ്റ് ഓഫ് ഡാറ്റ ചോദിച്ചു, കൺട്രോൾ പി പ്രസ് ചെയ്ത് നമുക്ക് അവിടെ വേണ്ട മൂപ്പർ ചോദിക്കുന്ന പാരാമീറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ എന്താ, അറേ ലിസ്റ്റ് ഓഫ് മോഡൽ ന്യൂസ് ഡാറ്റ, ഇതാ നമുക്കിവിടെ ന്യൂസ് അറേ ഉണ്ടല്ലോ, എടുത്തോ. അപ്പോൾ എന്തായി, ആ ഒരു അഡാപ്റ്ററും ഈ എന്താ ഡാറ്റയും ഇവയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് കാണിക്കാം നമ്മൾ എവിടം വരെ എത്തിയും. ഇത്രയ്ക്കൊന്നും മൊഞ്ചായില്ലേലും എന്തെങ്കിലുമൊക്കെ വരേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും, ഒരു പ്രതീക്ഷയിൽ അങ്ങോട്ട് റൺ ചെയ്യാൻ. ഇതുവരെ അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റായിട്ടാണ് പോയെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ എന്ത് ചെയ്യാം, മിക്കവാറും കൺഫ്യൂഷൻസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. കുറേ പേര് അങ്ങനെ എന്താ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വരിക. അയ്യോ ഇത് കൊള്ളാലോ, ഇതിപ്പോൾ എന്താ സംഭവം, ഒന്നുമില്ല. ഓക്കെ, മുക്കാലായല്ലേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ജസ്റ്റ് ലേഔട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യട്ടെ. ഓക്കെ, ഉണ്ടോ, ഇത് സംഭവമൊക്കെ റെഡിയാണ്. പക്ഷേ എന്താ, കണ്ടന്റ് ഒക്കെ കൂടി ഇങ്ങനെ അലൈൻ ചെയ്ത് വൃത്തികേടായതാ. ഈ ഒരു സംഭവം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് വൃത്തിയാക്കാൻ വേറെ എവിടെയും പോകണ്ട, നമ്മൾ ഈ ഒരു സിംഗിൾ ഐറ്റം ഒന്ന് വൃത്തിയാക്കിയാൽ മതി. കണ്ടോ, ഇതാകെ ചവറായിട്ട് കിടക്കുകയാണ്. സോ ഫസ്റ്റ് എനിക്ക് ചെയ്യാൻ വേണ്ടത്, ഡിഫറെൻറ്റ് ന്യൂസ് ഐറ്റം തമ്മിൽ കുറച്ച് സ്പേസ് വേണം. ഒബ്വിയസ്ലി ഇവിടെ എന്തുണ്ട്, നമുക്കൊരു മാർജിൻ ഇട്ടാൽ മതി. ഏറ്റവും സിംപിളി മാർജിൻ ഈക്വൽ ടു 10 dp എന്ന് പറഞ്ഞൊരു മാർജിൻ ഇട്ടാൽ തന്നെ മൂപ്പരൊന്ന് വൃത്തിയായി. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് 8:45 ആവുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും യു ഐക്കകത്ത്, വരേണ്ടതാണ്. വരും കേട്ടോ. ആ നെറ്റ്വർക്ക് ആ ഒരു ഡിലേ ആണ്. നമുക്ക് പ്രോഗ്രസ് ബാർ നാളെ ഇടാം. ഓക്കെ, കണ്ടോ സംഭവം വന്നു. ഓക്കെ, സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ഒരു സാധനം ഹൈഡ് ചെയ്തിടാം. ഇത് എംഐക്കകത്തുള്ള ഒരു സംഭവമാണ്. നമുക്ക് വളരെ കണ്ടോ സംഭവം എന്തുണ്ട്, സാധനം വന്നിട്ടുണ്ട്.
എന്താ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും വന്നിട്ടുണ്ട്. പക്ഷെ അതിനുമാതിരി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് വലുതാക്കി ബ്ലാക്ക് കളറിൽ ബോൾഡ് ആക്കാം. ഇത്രയും ലെങ്ത് ഒന്നും വേണ്ട, ഇതും ഇത്ര ലെങ്ത് ഒന്നും വേണ്ട, കുറച്ച് കാണിച്ചാൽ മതി. ഞാനിവിടെ കാണിച്ച് കണ്ടിട്ടുണ്ടോ, കണ്ടോ, ബ്ലാക്കിൽ ചെറുതായിട്ട് അങ്ങനെ കാണിച്ചാൽ മതി. സോ ഫോർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ അതിൻ്റെ മുന്നേ എന്ത് ചെയ്യാം, ഇത് കണ്ടോ മേലെ, ഓക്കെ അത് പ്രശ്നമില്ല. ഞാൻ എന്ത് ചെയ്യാം, ഫോർ നൗ ഈ ടൈറ്റിലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി മാറ്റാൻ പോവാണ്. ഫസ്റ്റ് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാണ്. ടെക്സ്റ്റ് കളർ ഈക്വൽ ടു #0 1 2 1 1 2 3 4 5 6 0 ഇട്ട ബ്ലാക്ക് ആയി. ഓക്കെ, ഞാൻ സൈസ് ഒന്ന് കൂട്ടണം. ടെക്സ്റ്റ് സൈസ് ഒരു 16sp2 ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കണം. അതിന് നമുക്കിവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. വെറും സ്റ്റൈൽ അല്ല, ആൻഡ്രോയിഡ് ടെക്സ്റ്റ് സ്റ്റൈൽ ഈക്വൽ ടു ബോൾഡ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇത്രയൊന്നും ആയില്ലേലും ഇതിൻ്റെ അടുത്തൊക്കെ എത്തും. കഴിയാനായിട്ടോ, ഒപ്പം നിർത്താം. വരും നെറ്റ്വർക്കിൻ്റെ ഡിലേയാണ്. കണ്ടോ, ആ ടോസ്റ്റ് ഒന്ന് വൃത്തികേട് കളയണമല്ലോ ആദ്യം. ഞാൻ ഇവിടെ ഒരു ടോസ്റ്റ് മുന്നേ കൊടുത്തില്ല, നമ്മൾ റെസ്പോൺസ് വരുമ്പോൾ അതങ്ങ് കളയാം. ഓക്കെ, ഇതാണ് നമ്മുടെ റെസ്പോൺസ് ഡോട്ട് സ്ട്രിംഗ്. കൺട്രോൾ വൈ, വിൻഡോസിൽ കൺട്രോൾ വൈ വെച്ചാൽ ആ ലൈൻ അങ്ങ് ഡിലീറ്റ് ആവും. അപ്പോൾ ഇനി ആ റൺ ചെയ്യുമ്പോൾ ആ ടോസ്റ്റ് വരില്ല. ഇപ്പോൾ കണ്ടോ കുറേ കൂടെ ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോഴും വൃത്തികേടായി കിടക്കുന്നത് എന്താ, കുറേ ലൈൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇൻസ്റ്റഡ് അപ്പുറത്ത് ചെയ്താൽ എന്താ, കുറച്ച് 2 ലൈനേ ഉള്ളൂ ടൈറ്റിൽ, ബാക്കി 2 3 കുത്ത് വന്നു. ഇവിടെയും 3 ലൈനേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഡോട്ട് വരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഡിസൈനിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. സോ ടൈറ്റിൽ എനിക്ക് എന്ത് മതി, 2 ലൈൻസ് മതി. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ മാക്സ് ലൈൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. മാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൺട്രോൾ സ്പേസ് അടിച്ച മാക്സ് ലൈൻസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. മാക്സ് ലൈൻസ് ഈക്വൽ ടു 2. എനിക്ക് 2 ലൈൻ മതി. അപ്പോൾ 2 ലൈനിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് വരും, 3 ഡോട്ട് വരണം. 3 ഡോട്ട് നമ്മൾ എലിപ്പ് സൈസ് എന്ന് പറയും. എലിപ്പ് സൈസ് എന്ന് ടൈപ്പ് ചെയ്ത് കൺട്രോൾ എൻ്റർ എന്ന് അടിക്കേണ്ട, ഓട്ടോമാറ്റിക് പ്രൊഡിക്റ്റ് ചെയ്യും. എൻ്റർ അടിച്ചാണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലോട്ട് എന്ത് ചെയ്യാം, ആ ഒരു 3 ഡോട്ടിന് വേണ്ടി എൻഡ് എന്നൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, പുള്ളിക്കാരെ 2 ലൈനേ വരും. 2 കൂടുതലുണ്ടെങ്കിൽ അതിന് ശേഷം 3 കുത്താൻ കിട്ടുള്ളൂ ഈ ഒരു 2 ലൈൻ ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, ഈ സെയിം സാധനം എനിക്ക് ഇവിടെയും വേണം. മാക്സ് ലൈൻസ് ഈക്വൽ ടു 3 ഇട്ടു. ഓക്കെ, ഇനി ബാക്കി 3 കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് കുത്ത് വേണം, 3 കുത്ത് വേണം. സോ എലിപ്പ് സൈസ് ഈക്വൽ ടു എൻഡ് എന്നിട്ടു. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാം. 8:46 ആയി, നമ്മൾ ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച അത്രയും ഫുൾ ആയിട്ടില്ലല്ലോ, ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇമേജ് ലോഡ് ചെയ്യാനുണ്ട്. ഇനി അത് ക്ലിക്ക് ചെയ്യുമ്പം അടുത്ത ആർട്ടിക്കിളിലോട്ട് പോയി അത് കാണിക്കാനുണ്ട്. അങ്ങനെ കുറേ ചടങ്ങുണ്ട്. അത് നമുക്ക് നാളത്തോടെ തീർക്കാമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. തീർക്കണം നമുക്ക്. ഇന്ന് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. നെറ്റ്വർക്കിൻ്റെ ഡിലേ ഉണ്ടാവും. നമുക്ക് പ്രോഗ്രസ് ബാർ നാളെ ഇടാം. പ്രോഗ്രസ് ഡയലോഗ് നാളെ ഇടാം. സംഭവം കുറേയൊക്കെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ടല്ലേ, എന്നാലും എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ, എന്തോ വൃത്തികേടുണ്ട്. ഓക്കെ, അതിലോട്ട് ഞാൻ വരാം. അതിലോട്ട് വരുന്നതിന് മുന്നേ ഇത് ഓൾമോസ്റ്റ് ഒരു വൃത്തിയുള്ള പോലെ ആയിട്ടുണ്ടല്ലേ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കുറച്ച് സൈസ് കുറവാണ്, ചെറിയൊരു സ്പേസിങ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ടെക്സ്റ്റ് വ്യൂവിന് കുറച്ച് ടോപ്പ് കൊടുക്കണം, മാർജിൻ കൊടുക്കണം. മാർജിൻ ടോപ്പ് ഈക്വൽ ടു ഒരു 15 dp മാർജിൻ കൊടുത്തു. പിന്നെ ഈ ടെക്സ്റ്റ് വ്യൂ രണ്ടെണ്ണമുള്ള ഈ ഒരു ലീനിയർ ലേഔട്ട് ഇല്ലേ, ആ ലീനിയർ ലേഔട്ടിന് ഞാൻ ചെറിയൊരു മാർജിൻ കൊടുക്കുകയാണ്. ഒരു മാർജിൻ കൊടുത്തു, ഒരു മാർജിൻ ഒരു 10 dp കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാം, എൻ്റയർ ലേഔട്ട് അത് ഓപ്ഷനിലാണ്, വേണേൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റയർ ഗ്രാവിറ്റി സെൻറ്റർ ചെയ്യണേ. ഓക്കെ, എൻ്റയർ ഗ്രാവിറ്റി സെൻറ്റർ ചെയ്തു. ഒരു ലീനിയർ ലേഔട്ട് ഉണ്ട്, അതിനും ഇട്ടു. വേറൊരു ലീനിയർ ലേഔട്ട് ഉണ്ട്, അതിനും ജസ്റ്റ് ഇടുകയാണ്. ഗ്രാവിറ്റി ഈക്വൽ ടു സെൻറ്റർ. ഓപ്ഷനിലാണ്, ഇടണമെന്നൊരു നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണേട്ടോ, അത് ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ഒരു എന്താ ഉണ്ടാക്കിയ ഡിഷിലോട്ട് കറിവേപ്പിലൊക്കെ പുതിനൊക്കെ ഇടുന്ന പോലെ കിട്ടും. അത് കുറേ കൂടെ വൃത്തിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ ആ നെറ്റ്വർക്കിൻ്റെ ഡിലേ ആണ്. ഈ ഡിലേ നമ്മളിങ്ങനെ യൂസർ കൺഫ്യൂസിങ് ആയിരിക്കും, ഇത് വരാത്താണോ, ഇപ്പോൾ കുറേയൊക്കെ കൊള്ളാം അല്ലേ. ഇപ്പോൾ കുറച്ചധികം വൃത്തിയായിട്ടുണ്ട്. ഈ ഒരു ഇമേജും കൂടെ വരുമ്പം എന്താ, ഇമേജ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ആ ഇമേജും കൂടെ ആഡ് ചെയ്യുമ്പം ഇത് ഫാർ മോർ ബെറ്റർ ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു എന്ത് ചെയ്യാം, ബഫർ ഇതൊന്നും എടുത്തൊക്കെ ബിസിനസ് ഇൻസൈഡർ ഇന്ത്യ നാസ വീഡിയോ ഷോസ് 10 year, അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഐറ്റം. അല്ല, COVID-19 നാസേൻ്റെ ന്യൂസ് ഇതാണ്ടോ. നാസേൻ്റെ ന്യൂസ് എന്ത് ചെയ്തു, അടിയിൽ പോയി. 1 2 3 4 ന്യൂസ് അടിയിൽ പോയി. എന്ത് ചെയ്തു, പുതിയ അപ്ഡേറ്റ് അങ്ങനെ കയറി വരുന്നുണ്ട്. സോ ബേസിക്കലി അതാണ് ഈ ഒരു APIൻ്റെ മെച്ചം. നമ്മൾ ഓരോ വട്ടം കളയുമ്പോഴും പുതിയ ഡാറ്റ ആയിരിക്കും കിട്ടുന്നത്. പുതിയ ഡാറ്റ അല്ലെങ്കിൽ പുതിയ
യു ഐ എന്തായിരിക്കും എപ്പോഴും റെസ്പോൺസീവ് ആയിരിക്കും. അതായത് ഒന്ന് തന്നെ യൂസർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു കേസ് വരുന്നില്ല. സോ അതാണ് ഇത്. ഇന്ന് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ബേസിക് കാര്യമുള്ളൂ. സോ ഇന്ന് നമ്മൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഡാറ്റ എടുത്ത് ഒരു എന്താ പറയുക നമ്മളൊരു എന്താ പറയുക ഇപ്പോൾ ഇതിനൊരു ഡൈനാമിക് യു ഐ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പക്ക ബേസിക്സിലോട്ട് കയറി. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്ന വേ ഒരിക്കലും ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. അതായത് പ്രൊഫഷണൽസ് ഇങ്ങനെ ഈ ഒരു മെത്തഡാണ് ചെയ്യുന്നത്. അതായത് ഡാറ്റ എടുക്കും, അതിനെ ലിസ്റ്റിലോട്ട് സെറ്റ് ചെയ്യും, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ കുറേ അഡീഷണൽ പാരാമീറ്റർ വരും. അതായത് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ 38 ഐറ്റം മാത്രമേ ഉള്ളൂ. സോ ഒരു 20,000 ഒരു ന്യൂസ് ഐറ്റം വന്നാൽ എന്ത് ചെയ്യും, ഈ ഫോൺ ഒന്ന് ഫ്രീസ് ആവും. അവിടെ പേജിനേഷൻ എന്ന് പറഞ്ഞ സംഭവം, ഒപ്റ്റിമൈസേഷൻ, അതായത് അങ്ങനെ കുറച്ച് ഡാറ്റേനെ ഡീൽ ചെയ്ത് അങ്ങനെ ഈ യൂസർ ബ്ലോക്ക് ചെയ്യാതെ പെർഫോമൻസ് ഒക്കെ കൺസേൺ ചെയ്ത് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക. പക്ഷെ പഠിക്കുന്ന ടൈമിൽ ഒരിക്കലും അത് പോസിബിൾ അല്ല. ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഇത് വെച്ച് ചെയ്തു പോകുമ്പോൾ നിങ്ങൾ ഇഷ്യൂസ് എൻകൗണ്ടർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യും. ഇപ്പോൾ പഠിക്കാൻ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി, ഇത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോവുക. ഇനി നമുക്ക് നാളെ ഇമേജ് ലോഡ് ചെയ്യണം, പിന്നെ ആ ഒരു ലോഡിങ്ങിൻ്റെ ഒരു ലോഡർ കാണിക്കണം, പിന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഫുൾ സ്റ്റോറി കാണിക്കുന്നിടത്തും പോകണം. ഇത്രയും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും രണ്ടാൾക്കാരോട് പറയാൻ പറ്റുന്ന ഒരു ആപ്പായി എന്ന് പറയാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒരു ആപ്പ് ഉണ്ടാക്കിയത്. ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ഒരു ട്രാവലോഗിൻ്റെ ആപ്പ്. അതായത് ട്രാവലോഗ്സ് പോസ്റ്റ് ചെയ്യുക, അത് ആപ്പിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുക. സഫാരി ട്രാവലോഗ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഔട്ട്ഡേറ്റ്. പിന്നെ പണിയാനൊന്നും നേരം നിന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയ പോലെ സ്റ്റോറിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അതായിരുന്നു. അപ്പോൾ ഇതുപോലൊക്കെ തന്നെ അതുണ്ടാക്കി. അത് പക്ഷേ ഞാൻ ഗിറ്റബിൽ നിന്ന് നേരെ ക്ലോൺ ചെയ്തു. അന്ന് എനിക്ക് അറേ ലിസ്റ്റ് എന്താ അറിയില്ല, റീസൈക്ലർ അഡാപ്റ്റർ ഉണ്ടാക്കാൻ അറിയില്ല, ഇങ്ങനെ നെറ്റ്വർക്ക് കോൾ അറിയില്ല, അത്രയും കാര്യങ്ങളൊന്നും അറിയില്ല. ഇന്ന് അതിൻ്റെ ബേസിക്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ ഫ്രീ APIs എനിക്ക് ഇഷ്ടം പോലെ കിട്ടും. ഓക്കെ, റാപ്പിഡ് API എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്താൽ മതി, ഫ്രീ API എന്ന് അടിച്ചാൽ മതി. ഫ്രീ API എന്ന് അടിച്ചാൽ എന്ത് ചെയ്യും, ഇതുപോലെ ഒരുപാടുണ്ടോ റാപ്പിഡ് APIൻ്റെ ഒക്കെ എത്രയോ APIs കിട്ടും. ചിലത് പെയ്ഡ് ആയിരിക്കും, പക്ഷേ ചിലത് കുറേ എണ്ണമൊക്കെ ഫ്രീ ആയിരിക്കും. സോ എന്ത് ചെയ്യും, അത് വെച്ച് നിങ്ങൾക്ക് ഡാറ്റ വെച്ച് ഇതുപോലെ ആപ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ റെസ്റ്റ് ഓഫ് ദ വർക്ക് നമുക്ക് നാളെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് പേഴ്സണലി കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ ടീമായിട്ട് കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോഡ് ഈ ഒരു സെഷൻ കഴിഞ്ഞ് നിങ്ങൾ ഗിറ്റബിൽ കയറി നോക്കുമ്പോഴത്തേനും അവിടെ ഉണ്ടാവും. സോ നമ്മൾ ഈ ഒരു സെഷൻ ഇന്നത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. സീ യു ഇൻ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ ബൈ. താങ്ക് യു. സെറ്റല്ലേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ക്യാൻറ്റാസി ഉണ്ടല്ലോ.